السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു റമദാൻ മാസം കൂടി അതിൻ്റെ അമല സ്വാലിഹാത്തുകളിൽ പ്രവേശിക്കുവാനും അതിൻ്റെ പുണ്യകർമ്മങ്ങളിൽ പരമാവധി പങ്കുചേരുവാനും നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ ഈമാനോടുകൂടി അമലുകൾ നിർവഹിച്ച് അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുക എന്നത് യഥാർത്ഥത്തിൽ അള്ളാഹ് നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ മനസ്സിൽ തൊട്ടുകൊണ്ട് എന്നും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നത്. അള്ളാഹുവേ, ഞങ്ങളെ നീ നേരായ മാർഗത്തിലേക്ക് നയിക്കണമേ. യഥാർത്ഥത്തിൽ ആ പ്രാർത്ഥന ചോദിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ ഒരുപാട് ഗുണങ്ങളും സിഫത്തുകളും സമ്മതിച്ചുകൊണ്ട് അള്ളാഹു താലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയുടെ പ്രവർത്തനം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അത് സമ്മതിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ഒന്നാമതായി പിശാചിൽ നിന്ന് നമ്മൾ രക്ഷ ചോദിക്കുന്ന ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതിനുശേഷം അള്ളാഹുവിൻ്റെ നാമത്തിൽ നമ്മൾ ആരംഭിക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഗുണങ്ങളും വിശേഷണങ്ങളും നമ്മൾ ആവർത്തിച്ച് സമർപ്പിക്കുന്നു. അർ റഹ്മാൻ, അർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇങ്ങനെ തുടങ്ങി കുറേ വാക്കുകൾ. പിന്നീട് നമ്മുടെ സർവ്വ ജീവിതത്തിലെ സർവ്വ അനുഗ്രഹങ്ങൾക്കും അള്ളാഹുവിന് നമ്മൾ നന്ദി അർപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്. അതിനുശേഷം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹു താല സൃഷ്ടിക്കാനുള്ള കാരണം അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ അള്ളാഹു താല ആഗ്രഹിക്കുന്ന ഇബാദത്ത്, അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുന്ന ഇബാദത്ത്, അള്ളാഹുവെ നിനക്ക് മാത്രം തന്നെയാണ് എന്ന് സമർപ്പിക്കുകയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇങ്ങനെ അള്ളാഹുവിനെ വാഴ്ത്തി, അള്ളാഹുവിനെ സ്തുതിച്ച്, പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിച്ച്, അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങിക്കൊണ്ട് അവസാനം അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. അള്ളാഹുവെ, നല്ല വഴിയിൽ എന്നെ നടത്തണമേ, സിറാത്തുൽ മുസ്തഖീമിൽ എന്നെ നടത്തണമേ. ആ സിറാത്ത് എങ്ങനെയുള്ളതാവണം? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അള്ളാഹു, നീ അനുഗ്രഹിച്ച സന്മാർഗികളുടെ മാർഗമുണ്ട്. പ്രവാചകന്മാരുണ്ട്, സിദ്ദീഖീങ്ങളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. അവരുടെ മാർഗത്തിൽ നീ എന്നെ പ്രവേശിപ്പിക്കണം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം. ഇനി ആ സന്മാർഗത്തിൽ നിന്ന് വഴി തെറ്റിപ്പോയ കുറച്ച് ആളുകളുണ്ട്. അവർ രണ്ട് രൂപത്തിലാണ്. ഒന്ന്, അള്ളാഹു വല്ലാതെ അങ്ങോട്ട് കോപിച്ചവരാണ്. രണ്ടാമത്തത് വലത്തോലീൻ, വഴിപിഴച്ചവരാണ്. വഴി പിഴച്ചു പോയ ആളുകളും അള്ളാഹു കോപിച്ച ആളുകളും, രണ്ടും രണ്ടാണ്.
ഈ രണ്ട് വിഭാഗത്തിലും എന്നെ ഉൾപ്പെടുത്തരുതേ നാഥ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അള്ളാഹുവേ, നേരായ മാർഗത്തിൽ എന്നെ നീ വഴി നടത്തേണമേ. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥനയാണ്, നേരായ മാർഗത്തിൽ. യഥാർത്ഥത്തിൽ ആ നേരായ മാർഗത്തിൽ നമ്മൾ ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ചാൾക്കാരെങ്കിലും ഇവിടെ പള്ളിയിൽ വന്നിരിക്കുന്നത്. അതില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇരിക്കൂല. നമ്മളിങ്ങനെ മുസ്ലിം പേരുണ്ടെങ്കിലും നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരം ഉണ്ടെങ്കിൽ നമുക്ക് സിറാത്തുൽ മുസ്തഖീമിലാവാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കുറെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഖാലു ആമന്ന, അവർ പറഞ്ഞു റസൂലേ ഞങ്ങളിതാ മുഅ്മിനീങ്ങളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖുൽ ആമന്ന, നിങ്ങൾ ആമന്ന എന്നൊന്നും പറഞ്ഞു, മുഅ്മിനീങ്ങളാണ് നിങ്ങൾ പറയണ്ട. വഖുൽ അസ്ലംന, നിങ്ങൾ അസ്ലംന എന്ന് പറഞ്ഞു, മുസ്ലിങ്ങൾ അഥവാ ഒരു മുസ്ലിം ഐഡന്റിറ്റി ഉള്ള ആളുകളാണ് നിങ്ങൾ പറഞ്ഞു. ആമന്ന എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ച് ക്വാളിഫിക്കേഷൻസ് വേണം, കുറച്ച് ക്വാളിറ്റീസ് വേണം. ആ ക്വാളിറ്റീസ് നമുക്ക് അല്ലാഹു തആല കുറച്ചെങ്കിലും തന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കൂല അല്ലേ? കാരണം അല്ലാഹു തആല ആ സിറാത്തുൽ മുസ്തഖീമിൽ ഇങ്ങനെ, അഥവാ സ്വർഗത്തിന്റെ വഴിയാണ് സിറാത്തുൽ മുസ്തഖീം. ആ സിറാത്തുൽ മുസ്തഖീമിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന വഴിയിൽ നിന്ന് കുറെ ആൾക്കാർ ആ വഴിയിൽ നിന്ന് അല്ലാഹു തആല പുറത്തിട്ടിട്ടുണ്ട്. അത് ഇന്നും നമുക്ക് കാണാം അല്ലെ? അഭിമാനത്തോടു കൂടി വി ആർ എക്സ് മുസ്ലിംസ്, ഞങ്ങള് പഴയകാല മുസ്ലിങ്ങളാണെന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന കുറെ ആൾക്കാർ ഇപ്പോഴുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ദഅവാ രംഗത്ത് പോലും സജീവമായ ആളുകൾ, അറബി കോളേജുകളിൽ നിന്ന് ബിരുദങ്ങൾ എടുത്തിട്ട് അറബി ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകളിൽ വളരെ ചുരുക്കം ചില ആളുകളെങ്കിലും ഞങ്ങളിപ്പം മുസ്ലിം ഒന്നല്ല എന്ന് പറയാൻ ഒരു മടിയില്ലാതെ ജീവിക്കുന്നുണ്ട്. നമ്മളെ കൂടെയുള്ള ആളുകൾ ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറയുമ്പോഴും ഇസ്ലാമിന്റെ ഒരു ഐഡന്റിറ്റിയും ഇസ്ലാമിന്റെ ഒരു ഇബാദത്തും ഇസ്ലാമിന്റെ ഈമാനിന്റെ ഒരു ലവലേശം പോലും അവരുടെ ജീവിതത്തിൽ ഇല്ലാതെ ജീവിക്കുന്നവരിന്നുണ്ട്. എത്ര ഉദാഹരണങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ അത് ഇന്ന് തുടങ്ങിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതലേ ആ ഒരു ചിന്ത, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചിട്ട് പോലും മുസ്ലിം ആകാൻ പറ്റാതെ മരണപ്പെട്ടു പോയ ആൾക്കാരുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 2 മക്കൾ ആബേലും കാബേലും. അവരിൽ ഒരാൾ എന്ത് ചെയ്തു? രണ്ടാളും അള്ളാഹ്ക്ക് വേണ്ടി നേർച്ചർപ്പിച്ചു. പക്ഷെ ഒരാളത് അള്ളാഹ് സ്വീകരിച്ചു, ഒരാളത് സ്വീകരിച്ചില്ല. സ്വീകരിക്കാതിരിക്കാൻ മാത്രം ഒരാൾ തിന്മയിലായിരുന്നു, മറ്റൊരാളത് സ്വീകരിക്കാൻ മാത്രം മറ്റൊരാളത് നന്മയിലായിരുന്നു നേർച്ച. അവസാനം അല്ലാഹു തആല ഒരാളത് സ്വീകരിച്ചപ്പോ മറ്റൊരാൾക്ക് ഇയാളോട് അസൂയ തോന്നി. അങ്ങനെ ഒരാൾ എന്ത് ചെയ്തു? മറ്റൊരാളെ കൊന്നു കളഞ്ഞു. ആരാണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളാണ്. അവരിൽ പോലും സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് ഒരാൾ തെറ്റിപ്പോയി. പിന്നീട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം വന്നപ്പോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ, സ്വന്തം രക്തമാണ്, അല്ലാഹു തആല ലോകത്ത് നിശ്ചയിച്ച ആദ്യത്തെ റസൂലാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ട് പോലും ആ റസൂലിന് സ്വന്തം മകന്റെ കാര്യത്തിൽ ഇഹ്ദിന സിറാത്തൽ, അഥവാ സ്വർഗത്തിന്റെ വഴിയിലേക്ക് ഓനെ കൈപിടിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ല. കാരണം അല്ലാഹു തആല നിശ്ചയിച്ചതാണത്. സ്വന്തം മകനെ പോലും ആ മാർഗത്തിൽ കിട്ടിയിട്ടില്ല. മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ കിടന്നുറങ്ങുന്ന സ്വന്തം ഭാര്യ, ആ ഭാര്യ ഹിദായത്തിന്റെ മാർഗത്തിൽ, സ്വർഗത്തിന്റെ മാർഗത്തിലില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവ് ആസർ, അദ്ദേഹം ഇസ്ലാമിന്റെ മാർഗത്തിലില്ല, ഹിദായത്തിന്റെ മാർഗത്തിൽ. ഞാൻ പറഞ്ഞത് പ്രവാചകന്മാരോട് അത്രയും ചേർന്ന് നിൽക്കുന്നവർക്ക് പോലും അല്ലാഹു തആല കൊടുക്കാത്തൊരു സംഭവമാണ് അല്ലാഹ് നമ്മക്ക് തന്നത്. ആസിയ ബീവിയുടെ ഭർത്താവ് ഫിറഔനാണ്. ഫിറഔൻ അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തിട്ടില്ല. ചുരുക്കത്തിൽ പ്രവാചകന്മാരുമായി രക്തബന്ധമുള്ളവർക്ക് പോലും അല്ലാഹു തആല കൊടുക്കാത്തതാണ് ഹിദായത്ത്. എന്നാൽ ഒരു ബന്ധവും ഇല്ലാത്ത ആളുകൾക്ക് അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തതുണ്ട്. നിങ്ങൾക്കറിയോ? സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പേർഷ്യക്കാരനാണ്. അഥവാ ഇന്നത്തെ സിറിയ ഒക്കെ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് പേർഷ്യ. ആ പേർഷ്യയിലെ ഒരു വലിയ ഗോത്രത്തലവൻ, ഒരു ചെറിയൊരു രാജാവിന്റെ മകനാണ് അദ്ദേഹം, സൽമാനുൽ ഫാരിസ്. അദ്ദേഹം മജൂസിയാണ്. മജൂസി എന്ന് പറഞ്ഞാൽ അഗ്നിയാരാധകനാണ് ആ കുടുംബം. എന്നിട്ട് പോലും അഗ്നിയാരാധക കുടുംബമാണ്, സമ്പത്തുണ്ട്, അധികാരമുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിച്ച ആ മനുഷ്യന് പിന്നീട് ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ ഒരു ക്രിസ്ത്യൻ പള്ളി കണ്ടു. അങ്ങനെ അദ്ദേഹം അതിൽ ആകൃഷ്ടനായി ക്രിസ്ത്യാനിയായി. അവിടെ നിന്നുള്ള
പള്ളിയിലുള്ള പുരോഹിതൻ പുതിയൊരു പ്രവാചകൻ വരാനുണ്ട് എന്നുള്ള പ്രവചനം അദ്ദേഹത്തെ അറിയിച്ചു. അന്നു മുതൽ സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിന്റെ മനസ്സിൽ ആ പ്രവാചകനെ പറ്റിയുള്ള ചിന്ത. പക്ഷെ ആ പ്രവാചകൻ വന്നാലേ പ്രവാചകനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതുവരെ അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയാണ് ശരി എന്നും പറഞ്ഞ് വിശ്വസിച്ചു. അങ്ങനെ വർഷങ്ങളോളം അദ്ദേഹം അന്വേഷിച്ച് നടന്നു. അവസാനം ദൂരെയുള്ള സ്വന്തം വീട്ടിൽ നിന്നൊക്കെ പുറത്തു പോയി അദ്ദേഹം. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടില്ല. 10ഓളം വർഷങ്ങൾ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അവസാനം ഒരു സ്ഥലത്ത് ഒരു ക്രിസ്ത്യൻ പള്ളിയിലെത്തിയപ്പോൾ അവിടുത്തെ ചർച്ചിലുള്ള പുരോഹിതൻ പറഞ്ഞു, ക്രിസ്തുമതവും നശിച്ചു പോയിട്ടുണ്ട്, ഇനി പുതിയൊരു പ്രവാചകൻ വന്ന് ആ പ്രവാചകന്റെ കീഴിലെ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പുരോഹിതനും മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മനസ്സിൽ മുഴുവൻ പ്രവാചകൻ. പക്ഷെ പ്രവാചകൻ എവിടെ എങ്ങനെയൊന്നും ആർക്കറിയില്ല. ബൈബിളിൽ കാണുന്ന ചില സൂചനകളൊക്കെ ഉണ്ട്, പ്രവാചകൻ ഇന്ന സ്ഥലത്ത് വരും എന്നൊക്കെ. ജൂതന്മാരുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്ന ചില കഥകളുണ്ട് പ്രവാചകൻ എവിടെ വരും എന്നുള്ളത്. അങ്ങനെ ജൂതന്മാർക്ക് കിട്ടിയ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഏതോ ലോകത്തിന്റെ കോണിൽ ജീവിക്കുന്ന ജൂതന്മാരൊക്കെ കൂടി എല്ലാം നുള്ളിപ്പെറുക്കിയിട്ട് എവിടെ വന്നത്? മദീനയിൽ വന്ന് താമസിച്ചു. ജൂതന്മാർ ഒറിജിനലി മദീനക്കാരല്ല, അവർ പിന്നീട് മദീനക്കാരായി പിന്നീട് അറബികളായിട്ട് മാറിയവരാണ്. അവർ മദീനയിൽ വന്ന് താമസിക്കാനുള്ള കാരണം അവർക്കറിയാം പുതിയ പ്രവാചകൻ വരാൻ സാധ്യതയുള്ള മേഖല ഇവിടെയാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി താമസിച്ചാൽ മാത്രമേ ഞങ്ങളുടെ കുട്ടികളുടെ ഇടയിൽ എന്ത് ചെയ്യുള്ളൂ, ആ പ്രവാചകൻ ഉണ്ടാവുള്ളൂ. അവരുടെ സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ ജൂതന്മാരിൽ ആ പ്രവാചകൻ വരണം. സൽമാൻ ഫാരിസ് റളിയല്ലാഹു വേറെ എവിടെയോ ആണ്, സിറിയ, റോം ആ ഭാഗത്താണ്. ഒരു ദിവസം കുറച്ച് ജൂതന്മാരുടെ കച്ചവട സംഘത്തെ കണ്ടു. അവര് മദീനയിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഈ സമയപ്പോൾ അദ്ദേഹം അധ്വാനിച്ചു ഒരുപാട് ആട്ടിൻ സമ്പത്തും ഒരുപാട് ദീനാറും ദിർഹം അദ്ദേഹത്തിന്റെ കയ്യിലായിട്ട് സമ്പന്നനായിട്ടുണ്ട്. അദ്ദേഹം കച്ചവടക്കാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കൂടെ വരട്ടെ, എന്നെ അങ്ങോട്ട് നിങ്ങൾ എത്തിച്ചാൽ മതി, നിങ്ങൾ യസ്രിബിലേക്ക് എന്നെ എത്തിച്ചാൽ മതി, വേറൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അവർ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ പിടിച്ച് ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ചു. അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചു. സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെ ഒരു അടിമയാക്കി മാറ്റി. അങ്ങനെ മദീനയിൽ കൊണ്ടുവന്നു ഒരു ജൂതന് വിറ്റു. അങ്ങനെ ജൂതന്റെ അടിമയായി മദീനയിൽ താമസിക്കുന്ന സമയത്താണ്, അപ്പോഴേക്കും ഏകദേശം 20-30 വർഷം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു മനുഷ്യന്റെ സത്യാന്വേഷണമാണ്. അങ്ങനെ യാദൃശികമായ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. പക്ഷെ അതോടൊപ്പം തന്നെ ഇത് പണ്ഡിതൻ പറഞ്ഞ റസൂൽ എന്നാണെന്ന് ഉറപ്പിക്കണം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് കുറച്ച് ഈത്തപ്പഴം കൊടുത്തിട്ട് പറഞ്ഞു, അള്ളാന്റെ ദൂതരെ, ഇത് എൻ്റെ വക സ്വതക്കയാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വാങ്ങി, പക്ഷെ തിന്നില്ല. കാരണം പ്രവാചകന്മാർക്ക് എന്ത് വാങ്ങാൻ പറ്റൂല? സക്കാത്തും സ്വതക്കയും വാങ്ങാൻ പറ്റൂല. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമായി. ഇദ്ദേഹം പരീക്ഷിച്ചതാണ് അല്ലെ. അടുത്ത ദിവസം അദ്ദേഹം ഈത്തപ്പഴം കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ വകയുള്ള ഹദിയാണ്, സമ്മാനാണ് റസൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങി തിന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ മനസ്സിലൊരു സന്തോഷം, എന്നാലും ഉറപ്പിച്ചില്ല. മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബിയുടെ മയ്യത്ത് മറമാടുന്ന ചടങ്ങിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ തൻ്റെ ചുറ്റും ഇങ്ങനെ എന്തൊക്കെയോ നോക്കിക്കൊണ്ട് സൽമാനുൽ ഫാരിസ് നടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. നബിക്ക് മനസ്സിലായി സൽമാൻ അന്വേഷിക്കുന്നത് പ്രവാചക മുദ്രയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്ത് ഒരു കോയിന്റെ വലുപ്പത്തിലുള്ള ഒരു മുദ്ര ഉണ്ട്, അത് പ്രവാചകനാണെന്ന് തെളിയിക്കാൻ. ഇതിനെപ്പറ്റി സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനോട് ആ ക്രിസ്ത്യൻ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെല്ലെ തോർത്തെടുത്തുനിന്ന് മെല്ലെ ഇങ്ങനെ എന്ത് ചെയ്തു, ഇട്ടു. സൽമാൻ കാണാൻ വേണ്ടി. സൽമാൻ അത് കണ്ടു, വിശ്വാസിയായി. നിങ്ങൾ ആലോചിച്ച് നോക്കാം, ലോകത്തിന്റെ ഏതോ കോണിൽ കിടന്നൊരു മനുഷ്യൻ 30 കൊല്ലത്തോളം രാജകീയ കുടുംബജീവിതം ഉപേക്ഷിച്ച് അടിമത്തത്തിലേക്ക് വന്നു. അവസാനം അല്ലാഹു തആല അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഒന്നുമില്ലാത്ത വെറും മജൂസികൾ എന്ന് പറഞ്ഞ അഗ്നി ആരാധകരാണ്, അഥവാ ബഹുദൈവ ആരാധനയുടെ ഏറ്റവും വലിയ രൂപത്തിൽ ഉള്ള ഒരു മതവിഭാഗമാണ് ഇത്, മജൂസികൾ. ആ മജൂസികളുടെ നേതാവാണ് അദ്ദേഹത്തിന്റെ വാപ്പ. ആ മജീസികളുടെ രാജാവാണ് അദ്ദേഹത്തിന്റെ വാപ്പ. അങ്ങനെ സുഖലോലുപതയിൽ ജീവിച്ചിട്ട് പോലും സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് സ്വർഗത്തിന്റെ വഴിയിലെത്തിയെങ്കിൽ അല്ലാഹു തആല നിശ്ചയിക്കുന്ന ചില നയമാണത്, ചില നിയമമാണത്. നബിയുടെ കാലത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വർഗം ഉറപ്പാണെന്ന് സ്വഹാബാക്കൾ എല്ലാവരും ഒറ്റയടിക്ക് പറഞ്ഞൊരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാളെ നരകത്തിലാണ്. കാരണം എന്താ? അയാൾ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് ജിഹാദ് ചെയ്ത വ്യക്തിയാണ്. മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് ആര് ജിഹാദ് ചെയ്താൽ അയാൾക്ക് സ്വർഗമാണ്. പക്ഷേ
ജിഹാദിനിടയിൽ, യുദ്ധത്തിനിടയിൽ അയാൾക്ക് പറ്റിയ പരിക്ക് സഹിക്കാൻ പറ്റിയില്ല. അയാൾ വാളിങ്ങനെ കുത്തനെ നിർത്തിട്ട് അതിൽ കമിഴ്ന്ന് കിടന്നിട്ട് അയാൾ ആത്മഹത്യ ചെയ്തു. അയാൾ നരകത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരാ നബിന്റെ കൂടെ ജീവിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ട് നബിനെ തൊടാൻ ഭാഗ്യം ലഭിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ നബിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ ഭാഗ്യം ലഭിച്ച പോട്ടെ, റസൂലുള്ളാന്റെ കൂടെ ജിഹാദ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ട് പോലും മരിക്കണ സമയത്ത് അല്ലാഹു തആല എന്ത് ചെയ്തിട്ടില്ല? ഹിദായത്ത് കൊടുത്തിട്ടില്ല. ആ ഹിദായത്ത് അല്ലാഹു തആല അവർക്കൊന്നും കൊടുക്കാത്ത ഹിദായത്ത് നമുക്ക് തന്നുവെങ്കിൽ അത് ചില്ലറക്കാരില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിച്ചിട്ടില്ലേ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അല്ലാഹുവേ എന്നെയും എൻ്റെ സന്താനങ്ങളെയും മുത്തഖീങ്ങളുടെ ഇമാമാക്കി മാറ്റണം. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോണ ആൾക്കാരാണ് മുത്തഖീങ്ങൾ. അവരുടെ ഇമാമാക്കി എന്നെ മാറ്റണം, എൻ്റെ സന്താനങ്ങളെ മാറ്റണം. നിങ്ങൾ ആലോചിച്ചോക്ക, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താനങ്ങളിൽ പെട്ട വ്യക്തിയായിരുന്നു അബൂ ത്വാലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ അബൂ ത്വാലിബ് ഇബ്രാഹിം നബിന്റെ മക്കളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ മൂത്താപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത പ്രൊട്ടക്ഷനാണ് നൽകിയത്. 44 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൊന്നുപോലെ നോക്കി. ഖുറൈശികൾ തന്നെ വാള് മൂർച്ചാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി ഊരിപ്പിടിച്ച വാളുമായി മക്ക മണലാരണ്യം മുഴുവനും റോന്ത് ചുറ്റുന്ന സമയത്ത് അബൂ ത്വാലിബ് ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞു, എൻ്റെ മോനെ തൊടാൻ ഞാൻ സമ്മതിക്കൂല. ഖുറൈശികൾ പിൻവാങ്ങി. അബൂ ത്വാലിബ് എന്ന ശക്തനായ മനുഷ്യന്റെ മുമ്പിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവൻ രക്ഷിച്ചു. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എൻ്റെ മോനെ കൊല്ലാൻ സമ്മതിക്കൂല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായി പ്രവാചകന് ഭക്ഷണം നൽകി, പ്രവാചകന് പാർപ്പിടം നൽകി, പ്രവാചകന് ജോലി നൽകി, പ്രവാചകന് സമ്പത്ത് നൽകി, പ്രവാചകന് നല്ല പെണ്ണിനെ കണ്ടെത്തി കെട്ടിച്ചു കൊടുത്തു, ഖദീജ റളിയല്ലാഹു അൻഹ. അങ്ങനെയൊക്കെ ചെയ്തൊരു വാപ്പ മോനെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം ആ മനുഷ്യൻ എന്ത് ചെയ്തു? നബിയെ സ്നേഹിച്ചു. ആ മനുഷ്യന് കട്ടിലിൽ ഇങ്ങനെ മരിക്കാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പോയിട്ട് തലഭാഗത്തിരുന്നു അബൂ ത്വാലിബിന്റെ തല പിടിച്ചിട്ട് പറയാണ്, ചൊല്ല് മുത്താപ്പ ഷഹാദത്ത് കലിമ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഒന്ന് ചൊല്ലി കിട്ടിയാൽ മതി, ബാക്കി ഞാൻ അള്ളാഹിനോട് ചോദിച്ചോളാം. ഷഹാദത്ത് കലിമ ചൊല്ലി കിട്ടിയാൽ ബാക്കി അള്ളാഹിനോട് ഞാൻ ചോദിക്കാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോഴും അദ്ദേഹം ഖുറൈശികളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അതിന്റെ അപ്പുറത്തേക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവസാനം ഷഹാദത്ത് കലിമ ചൊല്ലാതെ മരണപ്പെട്ടു. ആരാ? ഇബ്രാഹിം നബിന്റെ മോനെ. ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന അള്ളാഹിനോടുണ്ട്, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ മുത്തഖീങ്ങളുടെ ഇമാമാക്കണം എന്നുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന ഉണ്ടായിട്ട് പോലും അബൂ ത്വാലിബിന് എന്ത് കിട്ടിയില്ല? ഹിദായത്ത് കിട്ടിയില്ല. നബിന്റെ സ്വന്തം മൂത്താപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം ആയതിന്റെ പേരിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്തതിന്റെ പേരിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നതിൽ നിന്ന് പ്രവാചകനെ രക്ഷിച്ച അബൂ ത്വാലിബിന് കൊടുക്കാത്ത ഹിദായത്ത്, സ്വർഗത്തിന്റെ വഴി. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ സിറാത്തുൽ മുസ്തഖീമാണ്. അതാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ആ സ്വർഗത്തിന്റെ വഴിയിൽ അള്ളാഹ് നമ്മളെ കൊണ്ടുവന്ന് ഇരുത്തിയത്. പക്ഷേ എന്തുകൊണ്ടോ ആ വഴിയിൽ മുന്നേറാൻ നമുക്ക് സാധിക്കണില്ല. ആ വഴിയിൽ നമ്മളിപ്പോ ആ സ്വർഗത്തിന്റെ വഴിയിലുണ്ട്, ആ റോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ആ റോട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആ വണ്ടിയിലൊന്ന്, സ്വർഗത്തിന്റെ വണ്ടിയിൽ കയറണം. നമ്മളിപ്പോഴും ഇങ്ങനെ വഴിയറിയാതെ നിൽക്കുന്ന ആൾക്കാരെ പോലെയാണ്. ശരിക്ക് ആ വാഹനം എന്ന് പറഞ്ഞാൽ ത്യാഗമാണ്, കഷ്ടപ്പാടാണ്, അല്ലേ? നിങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ മത്സരിക്കണം, നിങ്ങൾ മുന്നേറണം. ആകാശങ്ങളും ഭൂമിയും വിശാലമാക്കപ്പെട്ട സ്വർഗം, ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ ധൃതിയിൽ മുന്നേറണം. മറ്റൊരായത്തിൽ കാണാം, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള വിശാലമാക്കപ്പെട്ട ആകാശങ്ങളോളം ഭൂമിയോളം വിശാലമാക്കപ്പെട്ട സ്വർഗം ഉണ്ടല്ലോ, ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ മത്സരിക്കണം. സ്വർഗത്തിന്റെ ആ മത്സരത്തിന്റെ ഭാഗത്ത് ഇപ്പൊ നമ്മൾ എത്തിയിട്ടില്ല. സത്യല്ലേ? നമുക്ക് മത്സരം വേണം. എന്തിന്റെ പേരിലുള്ള മത്സരം? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കുറച്ച് സ്വഹാബാക്കൾ വന്നിട്ട് റസൂലിനോട് പരാതി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങളിൽ പൈസ ഒന്നുമില്ല, ഞങ്ങൾ പട്ടിണി പാവങ്ങളാണ്, ഞങ്ങൾക്ക് സമ്പന്നരായ ആളുകൾ ഒരുപാട് പൈസ അള്ളാന്റെ മാർഗത്തിൽ ഇങ്ങനെ സ്വതക്കയും
ദാനധർമ്മം ചെയ്യണ കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്, റസൂലെ ഞങ്ങൾക്ക് ആ പുണ്യം കിട്ടൂലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചുതരാം, കുറച്ച് ദിക്റും അദ്കാറെല്ലാം പഠിപ്പിച്ചുതരാം. അങ്ങനെ അവർക്ക് കുറച്ച് ദിക്റുകൾ അദ്കാറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെ അവർക്ക് ഭയങ്കര സന്തോഷമായി. സമ്പന്നർ അവരുടെ പൈസ കൊണ്ട് ചിലവാക്കുമ്പോൾ ഇവരുടെ നാവ് കൊണ്ട് ദിക്റുകൾ ചൊല്ലാൻ തുടങ്ങി. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും സമ്പന്നർ ഇത് തിരിച്ചറിഞ്ഞു. അവര് പൈസയും ചെലവാക്കാൻ തുടങ്ങി, ദിക്റും ചൊല്ലാൻ തുടങ്ങി. പിന്നെ നിവൃത്തിയില്ലല്ലോ. അതൊരു മത്സരമാണ്, അതൊരു മത്സരമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തില് എനിക്ക് മുമ്പേ ഒരു കാലടി ശബ്ദം കേട്ടു എന്ന് പറഞ്ഞല്ലോ. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ കാലടി ശബ്ദമാണ് കേട്ടത്. എന്താ കാലടി ശബ്ദത്തിന് കാരണം? അദ്ദേഹം വുളു എടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സ്വർഗം തട്ടിക്കളയാതിരിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതൊക്കെ സ്വഹാബത്ത് സ്വീകരിച്ചു. വുളു എടുത്തു കഴിഞ്ഞാൽ 2 സുന്നത്ത് നിസ്കരിക്കും. പിന്നീട് പല സ്വഹാബാക്കളും അത് ജീവിതത്തിൽ പുലർത്തി. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്സിൽ ഒരു മനുഷ്യനെ പുകഴ്ത്തി. ഇപ്പൊ കടന്നു വരുന്ന വ്യക്തി സ്വർഗത്തിലാണ്. അങ്ങനെ ഒരു മനുഷ്യൻ കടന്നു. ആ സ്വഹാബിയുടെ പേര് ഞാൻ മറന്നു കേട്ടോ, സഅദ് ബിൻ അബീ വഖാസ് ആണെന്ന് തോന്നുന്നു. അതാവാൻ ആള് സ്വർഗത്തിലാന്ന് പറഞ്ഞു. അടുത്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സദസ്സിലേക്ക് ആദ്യമായി ഇനി വരുന്ന ആൾ സ്വർഗത്തിൽ. അപ്പോഴും വന്നത് ആ സ്വഹാബി തന്നെയാണ്. സ്വഹാബത്തിന് അത്ഭുതം. സ്വഹാബാക്കൾ ചെയ്ത പണി എന്താ അറിയോ? ആ സ്വഹാബി അറിയാതെ ആ സ്വഹാബിനെ ഇങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങി. എന്താ കൂടുതലായിട്ട് ചെയ്യണത്, എങ്ങനെ നോക്കിയിട്ടും അധികം ചെയ്യുന്ന അമൽ എന്താന്ന് ഇവർക്ക് പിടുത്തം കിട്ടണില്ല. സഹാബാക്കളുടെ മനസ്സിലെന്താ, അത് ഞങ്ങൾക്കും ചെയ്യണം, അത് ഞങ്ങൾക്കും ചെയ്യണം. വല്ലാത്തൊരവസ്ഥയാണ്. അതിനുവേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കും. അവസാന നിവൃത്തിയില്ലാതെ ആ സ്വഹാബിനോട് ചോദിച്ചു, റസൂൽ നിങ്ങളെ പറ്റി ഇങ്ങനെ പറയുന്നത് എന്തായാലും കാരണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിന് മാത്രം വലിയ അമൽ സ്വലാത്തുകളൊന്നും ചെയ്യണില്ല, പിന്നെ എൻ്റെ മനസ്സിൽ ആരോടും എന്തില്ല, വെറുപ്പില്ല. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം. എത്ര സംഭവങ്ങൾ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സദസ്സിൽ നിന്ന് ഇങ്ങനെ പറയാണ്, നിങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ കാണണോ? ഇത് കേട്ട ഉടനെ സഹാബാക്കളുടെ തലക്ക് ഇങ്ങനെ പൊങ്ങി. കാരണം റസൂൽ എന്നെ പറയണം, എന്നെ പറയണം. യമാമയിലേക്കുള്ള യുദ്ധത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനിക തലവനെ നിശ്ചയിക്കണം. സഹാബാക്കളൊക്കെ അങ്ങനെ നെഞ്ചു വിരിച്ചു നിന്നു, എന്നെ നിശ്ചയിക്കണം റസൂൽ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ചത് 16 വയസ്സുകാരനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, ചെറിയ ചെക്കനെയാണ്. ഞാൻ പറയണമെന്ന് വെച്ചാൽ സ്വഹാബത്ത് അങ്ങനെയായിരുന്നു. അവർ സ്വർഗത്തിന്റെ സഹാബാക്കൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ചൊല്ലുന്നതോടുകൂടി, ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി അവർ സ്വർഗത്തിന്റെ വഴിയിലാണ്. റളിയല്ലാഹു അൻഹും വറദൂ അൻഹു, അവർ സ്വർഗത്തിന്റെ വഴിയിലാണ്. പക്ഷേ ആ സ്വർഗത്തിന്റെ വഴിയിൽ ഞങ്ങൾ സ്വർഗം കിട്ടി എന്ന് പറഞ്ഞ അവിടെ അവർ നിന്നില്ല. നേരെ മറിച്ച് എന്ത് ചെയ്തു? അവര് മത്സരിച്ചു, സ്വർഗത്തിന് വേണ്ടി ത്യാഗം ചെയ്തു. ആ ത്യാഗമാണ് യഥാർത്ഥത്തിൽ നമ്മളടുത്ത് നിന്ന് ഉണ്ടാവേണ്ടത്, അല്ലേ? കാരണം അവർ സ്വർഗത്തിന്റെ മാക്സിമം ചോദിച്ചവരാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ വീട്ടിന്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോയി മുമ്പിലൂടെ. ആയിഷ റളിയല്ലാഹു വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ പറ്റി റസൂൽ ഒരു കാര്യം പറഞ്ഞു, എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷമാണ്. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് നിരങ്ങിക്കൊണ്ടേ സ്വർഗത്തിൽ പോവുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, നമ്മളാണെന്ന് വിചാരിക്കുക, നമ്മളെ ആയിഷ ബീവി വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ നിരങ്ങിക്കൊണ്ടേ സ്വർഗത്തിൽ പോവുള്ള റസൂൽ എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ എന്താ ഉണ്ടാവുക? അൽഹംദുലില്ലാഹ്, നിരങ്ങിയിട്ടെങ്കിലും സ്വർഗത്തിലെത്തിയല്ലോ എന്നാണ് നമ്മുടെ ചിന്ത. പക്ഷെ സ്വഹാബത്ത് അങ്ങനെയല്ല. സ്വഹാബത്ത് അബ്ദുറഹ്മാൻ ഔഫ് ചോദിക്കാണ്, അത് പറ്റൂല. അബ്ദുറഹ്മാന് നീണ്ട് നിവർന്ന് നിന്ന് നടന്നുകൊണ്ട് എന്ത് ചെയ്യണം? നെഞ്ചു വിരിച്ച് സ്വർഗത്തിൽ പോകണം. റസൂലുള്ളാഹി എന്ത് തടസ്സാണ് പറഞ്ഞതെന്ന കരഞ്ഞു പോയി അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു. സ്വർഗം ഉണ്ട് എന്ന് ഉറപ്പാണ്, പക്ഷെ അങ്ങനെ ഇങ്ങനെ പോയാൽ പോരാ, നല്ല രൂപത്തിൽ പോകണം. താങ്കളുടെ സമ്പത്താണ് അതിന് കാരണം എന്ന് പറഞ്ഞു. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ഭയങ്കര സമ്പന്നനാണ്, പണക്കാരനാണ്. അല്ലാഹു തആല കുറെ കൊടുക്കും, കുറെ ചെലവഴിക്കും. അന്ന് അദ്ദേഹം വീട്ടിലേക്ക് പോയി 2 കൂട നിറയെ ദീനാറും ദിർഹമും നിറച്ചിട്ട് മദീന തെരുവോരത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അത് അബ്ദുറഹ്മാന്റെ സ്വത്താണ്, പാവങ്ങളൊക്കെ അത് എടുത്തു കൊണ്ടുപോയിക്കോ. അങ്ങനെ കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ അള്ളാന്റെ മാർഗത്തിൽ കൊടുത്തു. എന്തിന്റെ പേരിൽ? നീണ്ടു നിവർന്ന് സ്വർഗത്തിൽ കടക്കണം എന്നുള്ള ചിന്തയാണ്. ഇതെല്ലാ സ്വഹാബാക്കളുടെ അവസ്ഥയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ നിന്ന് ഇങ്ങനെ സ്വർഗത്തെ പറ്റിയും സ്വർഗത്തിന്റെ കവാടങ്ങളെ പറ്റി ഇങ്ങനെ വർണ്ണിക്കണം. ആ വർണ്ണന ഇങ്ങനെ മൂർധന്യത്തിലെത്തിയപ്പോ
ഒരു സ്വഹാബി ചോദിക്കാണ്, അബൂബക്കർ സിദ്ദീഖ് ചോദിക്കാണ്, റസൂലെ എല്ലാ വാതിലുള്ളിൽ കൂടെ ഒരാൾ ആർക്കും സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? നമ്മളെന്താ ചെയ്യുക? നമ്മളിപ്പോൾ റമദാനായി കഴിഞ്ഞാൽ നമ്മൾ ആകെ പ്രാർത്ഥിക്കും, പഠിച്ചോനെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലാക്കണം. റയ്യാൻ എന്ന കവാടം മാത്രമല്ലല്ലോ ഉള്ളത്, സ്വർഗത്തിന് കുറെ കവാടങ്ങളുണ്ട്. ബാബു സ്വലാത്ത് ഉണ്ട്, ബാബു സ്വദക്കയുണ്ട്, ബാബുൽ ജിഹാദ് ഉണ്ട്, അങ്ങനെ 8ഓളം കവാടങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വർണ്ണിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖിന്റെ മനസ്സിലെന്താ, ഇത് എല്ലാറ്റിലൂടെയും സ്വർഗത്തിൽ കടക്കാം. അതാണ് മാക്സിമത്തിൽ ആഗ്രഹിക്കുന്നവരാണ് സ്വഹാബത്ത്, എല്ലാറ്റിലൂടെയും കടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അൻത ഫീഹിം യാ അബൂബക്കർ, അബൂബക്കർ നീ അതിൽപ്പെട്ടതാണ്, നീ അതിൽപ്പെട്ട അബൂബക്കർ അതിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞ് വെറുതല്ല, ആരോരും കാണാതെ ഒരുപാട് നന്മകൾ ചെയ്ത ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, ഇന്ന് നോമ്പുള്ള ആരെങ്കിലും ഉണ്ടോ? സദസ്സിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് കൈപൊക്കി. ഇന്ന് രോഗിയെ സന്ദർശിച്ചവരുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് കൈപൊക്കി. ഇന്ന് ജനാസയെ പിന്തുടർന്നവരുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് കൈപൊക്കി. ദാനധർമ്മം ചെയ്തവരുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് കൈപൊക്കി. ഒരു ദിവസത്തിനുള്ളിൽ എന്തൊക്കെ നന്മ ഉണ്ടോ അതൊക്കെ ചെയ്യുന്നവരായിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അർദ്ധരാത്രിയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫോളോ ചെയ്തു. എങ്ങട്ടാ ഈ നട്ടപ്പാതിരാക്ക് പോണെന്ന് നോക്കാൻ വേണ്ടി പോയി മദീനയുടെ ഓരത്തുള്ള ഒരു കുടിലിനുള്ളിൽ കയറി. ആ കുടിലിനുള്ളിൽ കയറി കുറെ നേരം കഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തിരിച്ചുപോയി. ഉമർ ഇബ്നു ഖത്താബ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അവിടെ പ്രായമുള്ള ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ സർവ്വകാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് അബൂബക്കർ സിദ്ദീഖാണ്, ആരും കാണാതെ. ആ സംഭവം ഉമർ ഇബ്നു ഖത്താബ് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്ത് ആ കഥ നമ്മൾ പറയൂല, നിങ്ങൾ കേൾക്കും ചെയ്യൂല. അങ്ങനെ എത്ര കഥകൾ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവും, ആരും കാണാതെ ചെയ്തത്. ഉമർ അത് നോട്ട് ചെയ്ത് വെച്ചു, മനസ്സിൽ ഇങ്ങനെ കുറിച്ചു വെച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ട അന്ന് മുതൽ ആ പണി മുഴുവനും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ചെയ്തു. എന്തുകൊണ്ടാ? സ്വർഗത്തിന്റെ മാർഗം, സ്വർഗത്തിൽ ഏറ്റവും അങ്ങേയറ്റത്തെത്തണമെന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത്, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണം. പഠിച്ചോനെ സ്വർഗത്തിലാക്കണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, അല്ലാഹുവേ ജന്നാത്തുൽ ഫിർദൗസിൽ എന്നെ പ്രവേശിപ്പിക്കണം. അപ്പൊ സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ അതെന്താ ജന്നാത്തുൽ ഫിർദൗസ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅ്ലൽ ജന്ന, സ്വർഗത്തിലെ ഉന്നത ദർജയാണ്. ഫീ വസ്തിൽ ജന്ന, അത് സ്വർഗത്തിന്റെ നടു സെന്ററിലാണ്, നടുവിലാണ് അല്ലെ. സ്വർഗത്തിൽ ഏറ്റവും മാക്സിമം കിട്ടുന്ന അനുഗ്രഹമാണ് ജന്നാത്തുൽ ഫിർദൗസ്. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതെന്നെ ചോദിക്കണം എന്നാണ്. പക്ഷെ നമ്മളിപ്പോഴും എല്ലാം മിനിമത്തിലാണ് ചെയ്യുന്നത്, സത്യല്ലേ? 5 വക്ത് നിസ്കാരം തന്നെ നമ്മൾ സ്പീഡിൽ അങ്ങോട്ട് നിസ്കരിച്ച് ഇശാസ്കാരം അങ്ങോട്ട് കഴിയുമ്പോൾ കൂടി ആവും ഇന്നത്തെ ദിവസം അങ്ങോട്ട് കഴിച്ചില്ല. റമദാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓരോ നോമ്പ് തുറക്കുമ്പോ ഇന്നത്തെ നോമ്പ് അങ്ങോട്ട് റെഡിയായി. 30ാമത്തെ നോമ്പ് കഴിയുമ്പോഴേക്കും ആവും ഈ കൊല്ലത്തെ റമദാൻ വല്ലാതെ പ്രശ്നമില്ലാതെ പോയി. നമ്മളെല്ലാം മിനിമത്തിൽ ഇങ്ങനെ കൊണ്ടുപോകും. യഥാർത്ഥത്തിൽ മാക്സിമത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുമ്പോൾ മാത്രമേ എന്തെങ്കിലും കിട്ടൂ. കാരണം പ്രതീക്ഷയാണ് ഒരു മനുഷ്യന് പ്രതിഫലം നിശ്ചയിക്കുന്നത്. പ്രതീക്ഷ വേണം. പ്രതീക്ഷ ഇല്ല, ഇതിനൊന്നും എനിക്ക് കൂലി കിട്ടൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ സ്വഹാബത്തിന്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊക്കെ അറിയാതെ പറഞ്ഞു പോയി, ഇതൊന്നും നമുക്ക് കിട്ടൂല, കാരണം അത്രയും ത്യാഗം സഹിച്ചവരാണ് അവർ, അല്ലെ? അങ്ങനെയല്ലല്ലോ, നമുക്ക് കിട്ടണം. സ്വഹാബത്ത് ഏത് സ്വർഗത്തിലാണോ പോയത് ആ സ്വർഗത്തിന്റെ വഴിയിൽ നമ്മളും സഞ്ചരിക്കണം. അതിനെന്താ വേണ്ടത്? 2-3 കാര്യമാണ്. ഒന്ന് നിയ്യത്ത് വേണം, രണ്ടാമത്തത് നിയ്യത്തിന്റെ ഒക്കെ മുമ്പ് ഈമാൻ വേണം, മൂന്നാമത്തത് പ്രതീക്ഷ വേണം. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷ. ഞാൻ ചെയ്യുന്നതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടും, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനുമായി ബന്ധപ്പെട്ട് ഒരേപോലെയുള്ള 3 ഹദീസുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ 3 ഹദീസിൽ പറഞ്ഞെന്താ? ഈമാനും വേണം, ഇഹ്തിസാബും വേണം. മൻ സ്വാമ റമദാൻ, ആരെങ്കിലും റമദാനിൽ നോമ്പ് നോറ്റു. എങ്ങനെ? ഈമാനം വ ഇഹ്തിസാബ, ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി റമദാനിൽ ആരെങ്കിലും നോമ്പ് അനുഷ്ഠിച്ചാൽ അയാളുടെ പാപങ്ങളൊക്കെയും അല്ലാഹു അയാൾക്ക് പൊറുത്തു കൊടുക്കും. ആ ഹദീസിന്റെ ശൈലി നോക്കാം. മൻ സ്വാമ, ആരെങ്കിലും നോമ്പ് അനുഷ്ഠിച്ചു. റമദാനിലെ നോമ്പ് അനുഷ്ഠിച്ചാൽ എങ്ങനെ? ഈമാനം വ ഇഹ്തിസാബ, ഈമാനോടുകൂടി വിശ്വാസത്തോടുകൂടി നോമ്പ് അനുഷ്ഠിച്ചാൽ, വ ഇഹ്തിസാബ, പ്രതിഫലം എനിക്ക് ലഭിക്കുമെന്ന പ്രതിഫലേച്ഛയോടുകൂടി നോമ്പ് അനുഷ്ഠിച്ചാൽ, അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, എത്ര പാപം ചെയ്താലും
മിൻ ദംബിഹി, ആ പാപങ്ങളൊക്കെയും പൊറുക്കപ്പെടും. വല്ലാത്തൊരു ഹദീസാണ് അല്ലെ. രണ്ട് ഡിമാൻഡാണ് വെച്ചത്, ഈമാനും വേണം, കാര്യമുള്ളൂ. ഇത് രണ്ടും ഇല്ലാതെ നോമ്പോറ്റാൽ ഒന്നും കിട്ടൂല. ഇനി അതേപോലെ മറ്റൊരു ഹദീസ് നോക്കാം. മൻ ഖാമ റമളാന ഈമാനം വഇഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമളാനിന്റെ രാത്രിയിൽ ഈമാനോട് കൂടി ഇഹ്തിസാബോട് കൂടി നോമ്പ് അനുഷ്ഠിച്ചാൽ, റമളാനിന്റെ രാത്രിയിൽ വിശ്വാസത്തോടു കൂടി, അതേപോലെ എനിക്ക് ഇതിന്റെ പ്രതിഫലം കിട്ടുന്നു വിചാരിച്ചുകൊണ്ട് നിന്ന് നിസ്കരിച്ചാൽ, അയാൾ ചെയ്തു കൂട്ടിയ എന്തൊക്കെ പാപങ്ങളുണ്ടോ ആ പാപങ്ങളൊക്കെയും അല്ലാഹു പുറത്തു കൊടുക്കും. പക്ഷെ രണ്ട് ഡിമാൻഡ് എന്ത് വേണം? ഈമാൻ വേണം, ഇഹ്തിസാബ് വേണം. മൂന്നാമത്തെ ഹദീസൊക്കെ മൻ ഖാമ ലൈലത്തുൽ ഖദറ ഈമാനം വഇഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നിന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ നിന്ന് നമസ്കരിക്കണം? ഈമാനം വഇഹ്തിസാബ, ഈമാനോട് കൂടി വിശ്വാസത്തോടു കൂടി പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി നിന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ അയാൾ ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെയും അല്ലാഹു തആല അയാൾക്ക് പുറത്തു കൊടുക്കും. രണ്ട് ഡിമാൻഡാണ്. എന്ത്? ഈമാനും വേണം, ഇഹ്തിസാബും വേണം. എന്താ ഈമാൻ? ഈമാൻ ഇങ്ങനെ ഏതെങ്കിലും കാരണത്താൽ വ്യതിചലിക്കേണ്ടതല്ല. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ചെറുപ്പക്കാരനാണ്, 24-25 വയസ്സുള്ള ചെറുപ്പക്കാരൻ, മുസ്ലിമായി. അദ്ദേഹം മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്ന തക്കത്തില് മക്കയിലെ ശത്രുക്കൾ അദ്ദേഹത്തെ പിടിച്ചു കെട്ടി, എന്നിട്ട് കുരിശിൽ തറച്ചു, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആണിയടിച്ചു, വസ്ത്രം മുഴുവൻ വലിച്ചു കീറി. അദ്ദേഹം ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞാൽ മുസ്ലിമായി എന്നതാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കാണ്, ഇതിന്ന് മാറാൻ തയ്യാറുണ്ടോ? അദ്ദേഹത്തിന്റെ ഈമാൻ ശക്തമായിരുന്നു, അദ്ദേഹം മാറിയില്ല, അടിയുറച്ചു നിന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് മാംസം ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്, എന്നിട്ട് തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ്. കുറ്റിക്കാട് എന്ന് പറഞ്ഞാല് ഹിംസ്ര ജന്തുക്കളും ചെന്നായ്ക്കളും കുറുക്കന്മാരൊക്കെ ഓരിയിടുന്ന സ്ഥലമാണ്. സ്വന്തം ശരീരത്തിൽ ഇറച്ചിങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നത് കാണേണ്ടി വന്നൊരു മനുഷ്യന്റെ ഈമാൻ ആലോചിച്ചൊക്കെ. അവര് ഓഫർ കൊടുത്തിട്ടുണ്ട്, ഇസ്ലാമെന്ന് തിരിച്ചു വരികയാണെങ്കിൽ നിനക്ക് മക്കയിൽ സുഖലോലുപരായി കുടുംബസമേതം ജീവിക്കാനുള്ള സ്വത്ത് ഞങ്ങൾ തരാം, രാജകുമാരനായി വാഴിക്കാം, ഓഫറുകൾ കൊടുത്തു. പക്ഷേ അദ്ദേഹത്തിന്റെ ഈമാൻ ശക്തമായിരുന്നു. പിന്നെ പറഞ്ഞു, നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദ് നബി ആണെങ്കിലോ എന്ന് ചോദിച്ചപ്പോൾ പറയാണ്, എന്റെ ഈ സ്ഥാനത്ത് പോയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഭാര്യന്റെയും കുട്ടികളോടെ കൂടെ സുഖസൗകര്യമായിട്ട് ജീവിക്കുമ്പോ എന്നിട്ട് എൻ്റെ റസൂലിന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലെ എനിക്കിഷ്ടമല്ല. റസൂലിന്റെ കാലിൽ മുള്ളു തറക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഈ കഴുമരമാണ്. ശത്രുക്കൾക്ക് വല്ലാതെ ദേഷ്യം പിടിച്ചു. അദ്ദേഹം ശരീരത്തിൽ ഇറച്ചി മുഴുവൻ അരിഞ്ഞെടുത്തു. ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് എല്ലും മാംസവും ഇങ്ങനെ വേർപെടുന്ന രൂപത്തിൽ അദ്ദേഹത്തെ നോവിച്ചു. ഓരോ തുള്ളി രക്തവും ആ മണൽപ്പരപ്പിൽ ഇങ്ങനെ ഇറ്റി വീഴുമ്പോ ആ മനുഷ്യന്റെ മനസ്സിൽ എന്താണെന്നറിയോ? എൻ്റെ ഓരോ തുള്ളി രക്തത്തിനും അല്ലാഹു തആല പ്രതിഫലം നൽകും. അതാണ് ഇഹ്തിസാബ്. എനിക്ക് പ്രതിഫലം, അള്ളാഹിന്റെ അടുത്തുനിന്ന് പ്രതിഫലം കിട്ടുമെന്ന് മനസ്സിലൊരു ഈമാനും ഇഹ്തിസാബും ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ എന്തനുഭവിച്ചാലും എന്ത് അടിമല മറിഞ്ഞാലും പ്രശ്നം ഉണ്ടാവില്ല. ആ ഈമാനും ആ ഇഹ്തിസാബും നമുക്ക് വേണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിനെ പറ്റി പറഞ്ഞപ്പോ, രാത്രി നിസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോ, ലൈലത്തുൽ ഖദറിനെ പറ്റി പറഞ്ഞപ്പോ, അന്ന് വേണ്ട എന്ത് നമ്മൾ ചെയ്യുമ്പോഴും ആ ഈമാനും ഇഹ്തിസാബും നമുക്കുണ്ടെങ്കിൽ ഒരു പേടിയും വേണ്ട. പക്ഷെ അത് വേണം. അതുണ്ടെങ്കിലേ നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ എന്ത് ചെയ്യുള്ളൂ? സ്വീകരിക്കപ്പെടുള്ളൂ. സ്വർഗത്തിന്റെ വഴിയിൽ നമുക്ക് നല്ലോണം അങ്ങനെ സഞ്ചരിക്കുള്ളൂ. അങ്ങനെ അല്ലാഹു തആല സ്വർഗത്തിന്റെ വഴിയിൽ കേറാൻ മടിച്ചു നിൽക്കുന്ന ആൾക്കാരെ ഉന്തിത്തള്ളി അല്ലാഹു തആല കൊണ്ടുപോയി നിർത്തുന്ന സമയമാണ് ഇത് റമളാൻ. അല്ലെ? ഏത് മോശമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ ചെറുതായിട്ട് അത് അല്ലാഹു തആല മനഃപൂർവ്വം നമുക്ക് തരുന്ന സമ്മാനാണ്. അല്ലെ? നിങ്ങൾക്ക് സ്വർഗം തരാൻ വേണ്ടി അല്ലാഹു തആല, അഥവാ സ്വർഗത്തിന്റെ വഴിയിൽ സഞ്ചരിക്കാത്ത ആളുകൾക്ക് പോലും സ്വർഗം തരാൻ വേണ്ടി അല്ലാഹു തആല തന്ന സമ്മാനാണ് ഇത് റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ ആമന ബില്ലാഹി വബിറസൂലിഹി, ആരെങ്കിലും അല്ലാഹുവിലും അല്ലാഹുവിന്റെ ദൂതനിലും വിശ്വസിക്കുന്നുവെങ്കിൽ, വ അഖാമസ്സലാത്ത, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുവെങ്കിൽ,
വസ്വാമ റമളാന, റമളാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്നുവെങ്കിൽ ഖാന ഹഖ്ഖൻ അലല്ലാഹി അൻ യുദ്ഖിലഹുൽ ജന്ന, അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നത് അള്ളാഹുവിന്റെ മേൽ ബാധ്യതയുള്ള കാര്യമാണ്. അയാൾക്ക് സ്വർഗം കൊടുക്കുക എന്നുള്ളത് അള്ളാഹിന്റെ മേൽ നിർബന്ധമായിരുന്നു. 3 കാര്യമാണ്. ഒന്ന്, അള്ളാഹുവിനും റസൂലിനും വിശ്വസിക്കുക. രണ്ടാമത്തത് നിസ്കാരം കൃത്യാക്കാം. മൂന്നാമത്തത് നോമ്പ് കൃത്യാക്കാം. ഇത് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു താല നമ്മളെ സ്വർഗത്തിന്റെ വഴി കൊണ്ടുപോയി നിർത്തി. ഇപ്പൊ സ്വർഗത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഇത് റമദാൻ. റമദാൻ 1 മുതൽ അള്ളാഹു താല നമ്മളെ സ്വർഗത്തിന്റെ വഴിയിൽ നിർത്തും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് നമ്മളെ ഈമാനിനും ഇഹ്തിസാബിനനുസരിച്ചാണ്. മുന്നോട്ട് പോകുമ്പോഴുള്ള പ്രശ്നം നമുക്കറിയാം. ഈ പരവതാനിയില് നല്ല പരവതാനിയാണ്, കണ്ടാൽ കിടക്കാൻ തോന്നും നമുക്ക് അല്ലെ, നല്ല എസിന്റെ തണുപ്പും. ഇതിലെ ഒരാൾക്ക് നടന്നു പോകാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ കുപ്പിച്ചില്ലും കല്ലും മുള്ളും ഒക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് നടക്കാൻ കഴിയൂലല്ലോ. ഇതുപോലെ അല്ലാഹു തആല നമുക്ക് വിരിച്ചു തന്ന സ്വർഗത്തിലേക്കുള്ള പരവതാനിയാണ് റമദാൻ. ആ റമദാനിലെ സ്വർഗത്തിലേക്ക് നടക്കാൻ നമുക്ക് തടസ്സങ്ങളായ ചില കുപ്പിച്ചില്ലുകളുണ്ട്, ചില കല്ലും മുള്ളുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ പാപങ്ങളാണ്, നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളാണ്. ആ തെറ്റുകുറ്റങ്ങൾ നമുക്ക് തടസ്സമായിട്ടുണ്ടാവും. അത് മാറ്റിയാലേ സ്വർഗത്തിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ പറ്റൂ. അവിടെയും അല്ലാഹു തആല നമുക്ക് വല്ലാത്തൊരു സമ്മാനം റമദാനിനെ തന്നെ വീണ്ടും നൽകി. എന്നിട്ട് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരം, വൽ ജുമുഅത്തു ഇലാ ജുമുഅ, ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെയുള്ള സമയം, വ റമദാനു ഇലാ റമദാൻ, ഒരു റമദാൻ മുതൽ മറ്റൊരു റമദാൻ വരെയുള്ള സമയം, മുകഫിറാത്തും മാ ബൈനഹുന്ന, അവക്കിടയിലുള്ള പാപങ്ങളൊക്കെയും പൊറുക്കപ്പെടാനുള്ളതാണ്. അപ്പൊ റമദാനിലെ സ്വർഗത്തിന്റെ പരവതാനി വിരിച്ചു, അതിലെ പാപങ്ങൾ മുഴുവനും കളയാൻ വേണ്ടി അല്ലാഹു തആല എന്ത് തന്നു? റമദാൻ തന്നു. അപ്പൊ പാപങ്ങളും അവിടെ എന്ത് ചെയ്തു? പൊറുക്കപ്പെട്ടു. എന്നാലും നമ്മളെ മനസ്സിന്റെ ചില ചിന്തകൾ നമ്മളെങ്ങനെ ഒരു കയറിട്ട് ഇങ്ങനെ കെട്ടി വെച്ചേക്കുക, സ്വർഗത്തിൽ പോവാതിരിക്കാൻ അല്ലേ? നമ്മുടെ സ്വർഗത്തിൽ പോകാതിരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന കുറെ ശൈത്താന്മാരുണ്ട്, മനുഷ്യന്മാരിലും പിശാചുക്കളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാന്റെ വല്ലാത്തൊരു കാരുണ്യം കൊണ്ട് ആ പിശാചുക്കൾ അള്ളാഹ് ചങ്ങലകളിൽ ബന്ധിപ്പിക്കും. വസുഫിദത്തു ശയാത്തി, ശൈത്താൻ മുഴുവൻ ബന്ധിപ്പിച്ചു. വഉല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ വാതിൽ അള്ളാഹ് മുഴുവൻ പൂട്ടി വെക്കും. വഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലൊക്കെ മലക്ക തുറന്നു. ചുരുക്കത്തിൽ ആ പരവതാനി അങ്ങോട്ട് വിരിച്ചു, അതിലെ കല്ലും മുള്ളും നമ്മുടെ പാപങ്ങളൊക്കെ മാറ്റി, ചൈത്തമാരെ പിടിച്ചു കെട്ടി, നരകത്തിന്റെ വാതിലൊക്കെ പൂട്ടി. പിന്നെ ആകെ തുറന്നു കിടക്കുന്നത് ഒരേ ഒരു വാതിലാണ്, സ്വർഗത്തിന്റെ വാതിലുകൾ. പിന്നെ പോവാൻ നമുക്ക് എന്താ തടസ്സം? ആ തടസ്സം നമ്മൾ നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിൽ പോകാം. അങ്ങനെ സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് കുറച്ചൊരു ത്യാഗം സഹിക്കണമെന്നാണ്. കുറച്ച് കഷ്ടപ്പെട്ടോ എന്ന് അള്ളാഹ് നോക്കും. നമ്മുടെ ജീവിതം എങ്ങനെ അല്ലാഹു തആല ഇഴകീര് പരിശോധിക്കും, ജനനം മുതൽ മരണം വരെ. അതിനിടയിൽ അള്ളാന്റെ മാർഗത്തിൽ എന്തെങ്കിലും കഷ്ടപ്പെടും. നമ്മൾ ജീവിതത്തിന് വേണ്ടി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടി ഗൾഫിലെ മണലാരണ്യത്തിൽ പോയി നമ്മുടെ വിയർപ്പ് മുഴുവനും ഇറ്റുന്ന രൂപത്തിൽ നമ്മൾ അധ്വാനിക്കാറുണ്ട്. ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, നമ്മുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി എന്നല്ലേ. ജീവിതകാലത്തിന്റെ 50% നമ്മൾ അധ്വാനിക്കുന്നത് ഒരു വീടിന് വേണ്ടിയാണ്, ഒരു വീടുണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടു. പക്ഷേ പടച്ചോന്റെ അടുത്ത് അല്ലാഹു തആല അള്ളാഹ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടതൊന്ന് പരിശോധിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അള്ളാഹ് വെറുതെ വിടൂല. അങ്ങനെ തന്നെ പറയുന്ന ഖുർആൻ, വെറുതെ വിടൂല എന്നാണ്. വിശുദ്ധ ഖുർആനിലൊക്കെ അം ഹസിബത്തും, നിങ്ങളെങ്ങാനും കരുതുന്നുണ്ടോ, അൻ തുത്റകൂ, നിങ്ങളെ വെറുതെ വിട്ടേക്കുമെന്ന്, വലമ്മാ യഅലമില്ലാഹല്ലദീന ജാഹദൂ മിൻകും, നിങ്ങളിൽ നിന്ന് അള്ളാന്റെ മാർഗത്തിൽ ആരൊക്കെ കഷ്ടപ്പെട്ടുവെന്ന് അല്ലാഹു തആല തിരിച്ചറിയാതെ വെറുതെ അങ്ങ് സ്വർഗത്തിൽ പോകാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളെ വെറുതെ വിട്ടേക്കുമെന്ന് അല്ലാഹു വെറുതെ വിട്ടേക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആ ആയത്തിൽ എത്ര വ്യക്തമാണ്. നിങ്ങളിൽ ആരൊക്കെ എത്ര ജിഹാദ് ചെയ്തു എന്ന്. ജിഹാദ് എന്ന് പറഞ്ഞാൽ പരിശ്രമമാണ്, ത്യാഗമാണ്, യുദ്ധമാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ എത്ര കഷ്ടപ്പെട്ടു എന്ന് അള്ളാഹ് തിരിച്ചറിയാതെ വെറുതെ സ്വർഗത്തിൽ പോകാമെന്ന് കരുതുന്നുണ്ടോ? തിരിച്ചറിവ് നമ്മളെ പള്ളിയിലത്തെ ഇമാമിനെ, ഉസ്താദിനെ, സംഘടനാ പ്രവർത്തകരെ, നാട്ടുകാരെ, ഭാര്യനെ, മക്കളൊന്നും ബോധ്യപ്പെടുത്താനല്ല. നമ്മൾ ചെയ്യുന്നത് അല്ലാഹു തആല തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നൊരു ചിന്ത സഹോദരന്മാർ. അങ്ങനെ അല്ലാഹു തആല തിരിച്ചറിയുന്ന രൂപത്തിൽ എന്ത് അമലുകളാണ് നമുക്കുള്ളത്? വെറുതെ വിടൂല അല്ലാഹു തആല. കാരണം ഇങ്ങനെ സ്വർഗത്തിന്റെ വഴി അല്ലാഹ് തന്നിട്ട് ആ സ്വർഗത്തിന്റെ വഴിയിൽ കയറാതെ നമ്മൾ പോവാണെങ്കിലോ അല്ലേ, എങ്ങനെങ്കിലൊക്കെ കഴിച്ചിലാവുന്നുള്ള ചിന്ത ഉണ്ട് നമുക്ക്. എങ്ങനെയൊന്നും കഴിച്ചില്ല. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇങ്ങനെ
കഥ പറയാം. നരകത്തെ പറ്റിയും സ്വർഗത്തെ പറ്റിയൊക്കെ ഇങ്ങനെ വർണ്ണിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു താല പറഞ്ഞു, പിന്നെ നമ്മൾ ചെയ്യുന്ന എത്ര അമല സ്വാലിഹാത്തുകളും ആ അമല സ്വാലിഹാത്തുകൾ കൊണ്ടൊന്നും അള്ള നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് തുല്യാവൂല. നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ മാത്രം നമ്മളുടെ അമല സ്വാലിഹാത്തുകൾ ഇല്ല. സ്വർഗത്തിൽ പോകാൻ മാത്രം നമ്മുടെ അമല സ്വാലിഹാത്തുകൾ മതിയാവില്ല എന്ന് സഹാബത്തിനോട് പറയാം. ആരോടാ പറയുന്നത്? സ്വഹാബത്തിനോട്. അപ്പൊ സ്വഹാബത്ത് തിരിച്ച് റസൂലുള്ളാഹിനോട് ചോദിക്കണം, എന്താ അറിയോ? അപ്പൊ റസൂലെ യാ റസൂലല്ലാ, അള്ളാൻ റസൂലെ നിങ്ങളോ, നിങ്ങളെ അമലുകൾ കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോവില്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, എന്റെ അമലുകൾ കൊണ്ട് പോലും എനിക്ക് സ്വർഗത്തിൽ പോകാൻ മതിയാവില്ല. ആരാ റസൂൽ? 24 മണിക്കൂറുണ്ടെങ്കിൽ 24 മണിക്കൂർ അമല് ചെയ്ത വ്യക്തി. വിശദീകരിക്കണ്ടല്ലോ, കാലിലൊക്കെ ഇങ്ങനെ നീര് വന്ന് വീർക്കുന്ന രൂപത്തിൽ ഒരു രാത്രിയുടെ നല്ലൊരു ശതമാനം നിന്ന് നിസ്കരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പകൽ സമയത്ത് മുഴുവനും നോമ്പനുഷ്ഠിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കയ്യിൽ ഒരു 2 ദീനാർ പോലും കയ്യിൽ വെക്കാതെ അത് കിട്ടണതിന് മുമ്പ് തന്നെ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത്. ആ റസൂലിനെ പറ്റി സഹാബത്ത് ചോദിച്ചു, നിങ്ങളോ റസൂല്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് പോലും കഴിയൂല, പക്ഷേ അല്ലാഹു തആല എന്നോട് കരുണ കാണിക്കും. റസൂലിനോട് അല്ലാഹു തആല കാണിക്കുന്ന കരുണ നമ്മളോട് കാണിക്കണം. അത് കാണിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാട്, ഓവറായിട്ടൊന്നുമില്ല. ഒരാളോടും അല്ലാഹു തആല എന്തില്ല, ഈ കഷ്ടപ്പെടാൻ വേണ്ടി ആവശ്യപ്പെടും. നമ്മളെ കൊണ്ട് കഴിയാത്തൊരു കാര്യം അള്ളാഹു ആവശ്യപ്പെടില്ല. ഇസ്ലാമിന്റെ ഒരു മനോഹാരിത അതാണ്. ഒരു മനുഷ്യനും അയാളുടെ കഴിവിൽപ്പെടാത്ത ഒന്നും അയാൾക്ക് ഇബാദത്തായിട്ട് അള്ളാഹ് കൊടുക്കില്ല. അതുകൊണ്ടാണല്ലോ ഗർഭിണികൾ കഴിയാത്തവര് നോമ്പ് നോക്കണ്ട, ഫിദിയ കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്, അല്ലെ? നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവര് ഇരുന്ന് കഴിഞ്ഞിലേക്ക് കെടുന്നിട്ട് കഴിയാത്തൊരു മനസ്സിൽ വിചാരിച്ചോ, ഉദു എടുക്കാൻ കഴിയാത്തൊരു തയമ്മും ചെയ്തോ, യാത്രക്കാരന് കസറാക്കിക്കോ, ജമ്മാക്കിക്കോ, ഇങ്ങനെയൊക്കെ അല്ല പറയണമെന്ന് വെച്ചാല് നമ്മളെ ഒരിക്കൽ അല്ലാഹു തആല എന്തെങ്കിലും കഷ്ടപ്പെടുത്തൂല. പക്ഷെ നമ്മൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ച് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. കഷ്ടപ്പെടാവുന്ന ഏറ്റവും നല്ല മേഖല എന്ന് പറഞ്ഞാൽ നമ്മളെ യുവത്താണ്. ഈ ഒരു സമയം ഇനി കിട്ടൂല സഹോദരന്മാരെ, എത്ര ആലോചിച്ചു കഴിഞ്ഞാൽ. കുറെ കാലം കഴിഞ്ഞ് വിശുദ്ധ ഖുർആൻ തുറന്ന് ഓതാൻ കഴിയാതെ തേങ്ങിക്കരയുന്ന എത്ര പ്രായമുള്ള ആൾക്കാർ നമുക്ക് പള്ളിയിൽ കാണും. എന്തിനാ കരയണമെന്ന് വെച്ചാൽ പറഞ്ഞു, ആയ കാലത്ത് ഞാൻ ഓതിയിട്ടില്ല, ഇപ്പൊ ഓതാൻ വിചാരിച്ചിട്ട് എനിക്ക് കഴിയണമില്ല, കണ്ണ് മങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ പറയേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാവരുത്. ഒരുപാട് സമ്പത്തിന്റെ ഉടമയായിരുന്നു ഞാൻ, അന്നൊന്നും പാവങ്ങളെ സഹായിക്കാനുള്ള ചിന്ത എനിക്കുണ്ടായിട്ടില്ല. ഇപ്പൊ ബിസിനസ് ഒക്കെ പൊളിഞ്ഞു, ഒന്നുമില്ല. ഇപ്പൊ പള്ളിയില് റമദാനിൽ ഇങ്ങനെ പള്ളിയിൽ വന്ന് ഇത്തിക്കാഫ് ഇരിക്കുമ്പോ കരയുന്ന വ്യക്തികളോട് ചോദിച്ചാൽ പറയും, ആയ കാലത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല, ഇപ്പൊ കൊടുക്കാൻ കഴിയില്ലൊന്നുമില്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥക്ക് നമ്മുടെ ജീവിതത്തിൽ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലേ? 5 കാര്യം നിങ്ങളെ ജീവിതത്തിൽ 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് ഒരു 5 കാര്യങ്ങൾ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഒന്നെന്താ? ഹയാതക ഖബ്ല മൗതിക, ജീവിതത്തിൽ മരണം വന്നേക്കുന്നതിന് മുമ്പ് ജീവിതകാലം, ആ ജീവിതകാലം നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. വസിഹതിക ഖബ്ല സഖമിക, നിങ്ങളുടെ ജീവിതത്തിൽ രോഗം വരുന്ന സമയമുണ്ട്, ആ രോഗം വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ആരോഗ്യ ദൃഢരാത്രായ സമയവും ആ സമയം അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം. നിങ്ങളുടെ ജീവിതത്തിൽ തിരക്കേറിയ സമയം കടന്നു വരുന്നതിന് മുമ്പ് ഒഴിവുള്ള നിങ്ങളുടെ സമയമുണ്ട്, ആ ഒഴിവ് സമയം നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം. വാർദ്ധക്യം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. വാർദ്ധക്യത്തിന് മുമ്പ് യുവത്വം എന്ന നല്ല ആരോഗ്യമുള്ള സമയമുണ്ട്, ആ സമയം നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം. നിന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം കടന്നു വരും. ദാരിദ്ര്യത്തിന് മുമ്പ് നിന്റെ ജീവിതത്തിലുള്ള ഐശ്വര്യ കാലഘട്ടം, സമ്പന്നമായ കാലഘട്ടം, ആ സമ്പത്ത് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം. എത്ര മനോഹരമായ വചനാണ്! അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം എന്നാണ്, അല്ലേ? അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് സഹോദരൻ. എത്ര നമ്മൾ ഉപയോഗപ്പെടുത്തിയാണ്? നേരത്തെ പറഞ്ഞ ഹുബൈബ് റളിയല്ലാഹുവിന്റെ ചരിത്രം നോക്കുമ്പോ, അല്ലേ, ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളൂ 10-25 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. ജീവിതം അടിച്ചു പൊളിക്കേണ്ട സമയമാണ്. ഈ സമയമാണ് 2 കൈകൾ ഇങ്ങനെ വെച്ചിട്ട് ശത്രുക്കൾ ഇങ്ങനെ വരുന്നവരൊക്കെ ചാട്ടവാറുകൊണ്ട് തല്ല, വരുന്നവരൊക്കെ വാളുകൊണ്ട് കുത്തുക, വരുന്നവരൊക്കെ മാംസം അരിഞ്ഞെടുക്കുക, അല്ലേ? അദ്ദേഹത്തിന് എന്താ അടിച്ചു പൊളിച്ച് ജീവിച്ചൂടെ? എല്ലാം കൊടുക്കാന്ന് ഖുറൈശികൾ പറഞ്ഞിട്ടും എന്തേ അതൊന്നും സ്വീകരിക്കാത്തത്? അതൊരു ത്യാഗമാണ്. ആ യുവത്വ സമയത്ത് അദ്ദേഹം അനുഭവിച്ച ത്യാഗത്തിന്റെ പ്രതിഫലം അയാൾക്ക് കിട്ടും, അല്ലേ?
ഇനി നമ്മൾ ആ യുവത്വവും നമ്മുടെ ഈ ആരോഗ്യ സമയം ഉപയോഗിച്ചിട്ടില്ലെങ്കിലോ? നമ്മൾ ഉപയോഗിച്ചതും അല്ല ചോദ്യം ചെയ്യും, ഉപയോഗിക്കാത്തതും ചോദ്യം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിഅമതാനി മഅബൂനും ഫീഹിമാ കസീറും മിനൻ നാസ്. രണ്ട് അനുഗ്രഹങ്ങളെ തൊട്ട് അധികം ജനങ്ങളും അശ്രദ്ധയിലാണ്. അശ്ശഹ്ഹതു വൽ ഫറാഗ്, ഒഴിവ് സമയമാണ്, ആരോഗ്യമാണ്. ഒഴിവ് സമയത്തെ പറ്റി, ആരോഗ്യത്തെ പറ്റി എല്ലാവരും അശ്രദ്ധരാണ്. പക്ഷേ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകിയ ഏറ്റവും വലിയ രണ്ട് അനുഗ്രഹങ്ങൾ, ഒന്ന് ഒഴിവ് സമയമാണ്, രണ്ടാമത്തത് ആരോഗ്യമാണ്. ഈ രണ്ട് അനുഗ്രഹവും നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഒഴിവ് സമയം നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം? അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചിട്ട് വല്ലാതെ ചീത്ത പറഞ്ഞു, നീ ഭരണകാര്യത്തിലൊന്നും ശ്രദ്ധിക്കണില്ല. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ പകൽ സമയം മുഴുവനും എൻ്റെ ജനങ്ങളുടെ ഭരണകാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കും. എന്താ രാത്രി ശ്രദ്ധിച്ചാൽ എന്താ പ്രശ്നമൊന്നും? ഉമർലാൻ ചോദിച്ചു, രാത്രിയിൽ എന്താ ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ടേ? നീ ഒരു അമീറല്ലേ? അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ പകൽ സമയത്ത് എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചുവെങ്കിൽ രാത്രി സമയം ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി മാറ്റിവെച്ചു. റബ്ബിന് വേണ്ടി സമയം മാറ്റിവെച്ചിട്ടുണ്ട് സഹോദരന്മാരെ. നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നിസ്കരിക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് റമദാനിൽ കയറി റമദാൻ ഇങ്ങനെ കഴിഞ്ഞു പോകും, ഓട്ടോമാറ്റിക്കായിട്ട് തറാവി നിസ്കരിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അത്താഴത്തിന് എണീക്കും, നോമ്പ് തുറക്കും. അത് ജീവിതത്തിലെ ഒരു മെഷീനറി സംവിധാനമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം. അങ്ങനെയല്ല, നമ്മൾ മനഃപൂർവ്വം നമ്മുടെ സമ്പത്തിന്റെ ഒരു ഭാഗം നമ്മൾ മാറ്റിവെക്കണം, അല്ലെ? ഓരോന്നല്ല ഇങ്ങനെ ചോദിക്കും, ഇന്ന സമയം ഇന്ന കാര്യം, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ലാ തസൂൽ ഖദ്മാ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അലു അൻ. ചില കാര്യങ്ങളെ പറ്റി ചോദ്യം ചെയ്യാതെ പരലോകത്ത് ഒരടി കാല് മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല. ഒരടി കാല് മുന്നോട്ട് വെക്കാൻ പറ്റും. ഒന്നെന്താ? ഉംറുഹു ഫീമ അഫ്ന. നിങ്ങൾ നശിപ്പിച്ച നിങ്ങളുടെ ആരോഗ്യത്തെ പറ്റി, നിങ്ങൾ എവിടെ ചെന്നാണ് നിങ്ങളുടെ ആരോഗ്യം നശിപ്പിച്ചത് എന്ന്, നിങ്ങളുടെ ആയുസ് നശിപ്പിച്ചത് എന്ന് ചോദ്യം ചെയ്യാതെ നിങ്ങളുടെ ഒരു കാലടി മുന്നോട്ട് വെക്കാൻ സാധിക്കൂല. അള്ളാന്റെ മാർഗത്തിൽ നേടിയെടുത്ത അറിവ്, ആ അറിവ് കൊണ്ട് എങ്ങനെയൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ചു എന്ന് ചോദ്യം ചെയ്യാതെ പരലോകത്ത് ഒരു കാലടി മുന്നോട്ട് വെക്കാൻ സാധിക്കൂല. നിങ്ങളുടെ സമ്പത്തിനെ പറ്റി, ആ സമ്പത്ത് ഏതൊക്കെ മാർഗത്തിലാണ് നിങ്ങൾ ശേഖരിച്ചത് എന്ന്, ഏതൊക്കെ മാർഗത്തിലാണ് ആ സമ്പത്ത് സമ്പാദിച്ചത് എന്നും, ഏതൊക്കെ മാർഗത്തിൽ ആ സമ്പത്ത് ചിലവഴിച്ചു എന്നും ചോദ്യം ചെയ്യാതെ ഒരടി കാല് പരലോകത്ത് മുന്നോട്ട് വെക്കാൻ പറ്റൂല. സ്വന്തം ശരീരം, ആ ശരീരം എവിടെ ചെന്നാണ് നിങ്ങൾ നശിപ്പിച്ചത് എന്ന് ചോദ്യം ചെയ്യാതെ ഒരടി കാല് മുന്നോട്ട് വെക്കാൻ സാധിക്കൂല. എത്ര അനുഗ്രഹം നിങ്ങൾ ആലോചിച്ച് വെക്കാം. ഇനി നമ്മളെ ജീവിതം വെച്ച് നോക്കുമ്പോൾ പരലോകത്ത് ഒരടി കാല് നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റും. ഇതുകൊണ്ട് നമ്മൾ എന്ത് പ്രവർത്തിച്ചു എന്ന് ചോദിക്കാതെ ഈ ആയുസ് നമ്മൾ എങ്ങനെ ചെലവഴിച്ചു? അത് യഥാർത്ഥത്തിൽ കുറച്ച് ത്യാഗം സഹിക്കണം. അതുകൊണ്ടാണ് നാളേക്ക് വേണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാൻ വേണ്ടിയാണ് ഈ സമയം അല്ലാഹ് തന്നത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ തഖ്വയുള്ളവരാകണം, നിങ്ങൾ തഖ്വയുള്ളവരാകണം. അല്ലേ? നമ്മള് ജുമാ നിസ്കാരത്തിലൊക്കെ ഖുതുബ പറയുമ്പോ ഖതീബുമാർ പറയില്ലേ, ഊസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്, എന്നെയും നിങ്ങളെയും തഖ്വ കൊണ്ട് ഞാൻ ഉപദേശിക്കുന്നു. നിങ്ങൾ തഖ്വയുള്ളവരാകണം, അല്ലാഹനെ സൂക്ഷിച്ച് ഭയഭക്തിയുള്ളവരാകണം. നോമ്പുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ പറയുന്നത് എന്താ? യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾക്കും നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നോമ്പ് നിർബന്ധമാക്കിയത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. തഖ്വയുണ്ടാകാൻ എല്ലാത്തിന്റെ അടിസ്ഥാനം എന്താണ്? തഖ്വ, ഭയഭക്തി, സൂക്ഷിച്ച് ജീവിക്കുക. ഈ ആയത്തിൽ നോക്കാം, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ തഖ്വയുള്ളവരാകണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഅദിൻ, ഏതൊരാത്മാവും തങ്ങൾ സമ്പാദിച്ചു കൂട്ടിയത് നാളേക്ക് വേണ്ടി എന്തൊക്കെയാണോ സമ്പാദിച്ചിട്ടുള്ളത് അതവൻ കാണുക തന്നെ ചെയ്യും. വീണ്ടും അല്ലാഹ് പറയാണ്, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ എന്തൊക്കെ പ്രവർത്തിക്കുന്നുവോ ആ പ്രവർത്തനങ്ങളെ പറ്റി അറിയുന്നവനാണ് നാഥൻ.
എല്ലാം അറിയുന്ന. അതുകൊണ്ടാണ് നേരത്തെ ഓതിയ ആയത്തിൽ പറഞ്ഞത് അല്ലെ, നിങ്ങളിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ചു എന്ന് അല്ലാഹു തആല തിരിച്ചറിയാതെ നിങ്ങളെ വെറുതെ വിട്ടേക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താ നമ്മൾ തിരിച്ചറിഞ്ഞത്? അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും പറയും, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങളുടെ ജീവിതത്തിലെ നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന ഒരു കാലം കടന്നു വരും. ആ കാലം കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോടൊന്ന് നിങ്ങളുടെ നന്മ തിന്മകൾ തൂക്കി നോക്കണേ. നിങ്ങളുടെ മനസ്സിനെ നിങ്ങളൊന്ന് വിചാരണക്ക് വെക്കണേ. വസിനു അൻഫുസകും ഖബ്ല അൻ തുസനു. നിങ്ങളുടെ നന്മയും തിന്മയും തൂക്കപ്പെടുന്ന പരലോകം കടന്നു വരുന്നതിന് മുമ്പ് ഓരോ രാത്രിയിലും നിങ്ങൾ ചെയ്ത നന്മയും തിന്മയും നിങ്ങളൊന്ന് നിങ്ങളുടെ മനസ്സിനോടൊന്ന് തൂക്കി നോക്കണേ. വല്ലാത്തൊരു വാക്കാണത്. നമ്മളൊന്നും എന്ത് ചെയ്യാ, നമ്മളെ നന്മയൊക്കെ എന്ത് ചെയ്യാ, ചെലവഴിക്കാം. അങ്ങനെ ചെലവഴിക്കുമ്പോ സഹോദരന്മാരെ നമുക്ക് വല്ലാത്തൊരു റാഹത്ത് ഉണ്ടാവും. വല്ലാത്ത റാഹത്ത്. അത് മരിക്കണതും വരെയല്ല, മരിക്കുന്നത് വരെ നമുക്ക് റാഹത്താണ്. മരിക്കുന്ന സമയത്തൊരു റാഹത്തുണ്ട്. മരണം വല്ലാത്തൊരു പ്രശ്നമല്ല. തൊണ്ടക്കുഴിയിൽ എത്തുമ്പോ അല്ലെ, മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോ തൊട്ടടുത്തുള്ള ആളുകൾ ചോദിക്കാണ്, ഇവന് മന്ത്രിച്ചു കൊടുക്കുന്നത് ആരാണ്? ഈ സമയത്ത് തന്നെ നമുക്കറിയാം. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കും, സന്മാർഗത്തിലായിരുന്നില്ല, ദാനധർമ്മം ചെയ്തിരുന്നില്ല, നമസ്കരിച്ചിരുന്നില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിക്കപ്പെടുന്ന ഒരു സമയം. അപ്പൊ മരിക്കണ സമയത്ത് തന്നെ പ്രയാസം ഉണ്ടാവും. പിന്നെ ഖബറിൽ, പിന്നെ ഉയർത്തെഴുന്നേൽപ്പിൽ, പിന്നെ മഹ്ശറയിൽ, പിന്നെ അവിടുന്ന് അങ്ങോട്ട് വിചാരണ സമയം. ഈ സമയത്തൊക്കെ ഉള്ള പ്രയാസത്തിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തും. മഹ്ശറയിലൊക്കെ വലിയ പ്രയാസമാണ്. ആ പ്രയാസത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്താൻ എന്താ, ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ നന്മകൾ കൊണ്ട് മതിയാകും. പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കാത്ത ദിവസം അല്ലാഹു 7 വിഭാഗം ആളുകൾക്ക് തണൽ നൽകും. അതിലൊരു വിഭാഗമാരാ, അല്ലാഹുവിൽ ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് ജീവിച്ച യുവാവ്. യുവത്വ കാലത്ത് കൂടുതൽ ഇബാദത്ത് ചെയ്യാം, വയസ്സായ സമയത്തല്ല. യുവത്വ സമയത്ത് അള്ളാഹുവിൽ കൂടുതൽ ഇബാദത്തുകൾ അർപ്പിച്ചുകൊണ്ട് ജീവിച്ച യുവാവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുമെന്നാണ്. സഹോദരന്മാരെ, ആ അർശിന്റെ തണൽ നമുക്കുണ്ടോ? നമ്മൾ ആലോചിക്കാം. ആ അർശിന്റെ തണൽ നമുക്ക് കിട്ടണമെങ്കിൽ സ്വഹാബാക്കളൊക്കെ കുറച്ച് കഷ്ടപ്പെട്ട പോലെ നമ്മൾ ചെയ്യണം. അവിടുന്ന് അങ്ങോട്ട് അർശിന്റെ തണൽ കഴിഞ്ഞ് പിന്നെ വിചാരണ, അത് എളുപ്പമാവണമെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. അള്ളാഹുവിനോട് ശഫാഅത്തിനെ ചോദിക്കാനുള്ള ഒരു അവസരം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കഷ്ടപ്പെടണം. നമ്മൾ ചെയ്യുന്ന അമലി സ്വാലിഹാത്തുകൾ അള്ളാഹിനോട് വന്ന് ചോദിക്കുന്നതാണ് അല്ലേ? എരിപൊരി കൊള്ളുന്ന സമയത്ത്, മഹ്ശറയിൽ പ്രയാസപ്പെടുന്ന സമയത്ത്, തണലില്ലാതെ നിൽക്കുന്ന സമയത്ത് അള്ളാഹിനോട് ചില ആൾക്കാർ വന്നിട്ട് പറയും, ഇയാൾക്കൊന്ന് പുറത്തു കൊടുക്കണം. ആരാ? ഖുർആൻ വന്നിട്ട് പറയും, കഷ്ടപ്പെട്ട് രാത്രിയിൽ ഇയാൾ എന്നെ ഓതിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ശഫാഅത്തിന് ചോദിക്കാണ്. നോമ്പ് വന്നിട്ട് പറയും, ഇയാൾ കഷ്ടപ്പെട്ട് വെള്ളവും ഭക്ഷണവും ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ച് എന്നെ അനുഷ്ഠിച്ചിട്ടുണ്ട്, ഞാൻ ശഫാഅത്തിന് ചോദിക്കാണ്. ഫയുഷ്ഫാൻ. അപ്പൊ അള്ളാഹ് പറയും, നിങ്ങളെ രണ്ടാളെ ശഫാഅത്ത് ഞാൻ സ്വീകരിക്കും. അഥവാ റെക്കമെൻഡേഷൻ സ്വീകരിക്കും അള്ളാഹ്. ആരുടെ? നമ്മൾ ചെയ്യുന്ന അമലുകളുടെ. എത്ര അമലുകളാണ് പടച്ചവന്റെ അടുത്ത് ഉണ്ടാവുക? നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യുന്ന അമലുകളല്ല കേട്ടോ, അതല്ലാത്ത കുറെ അമലുകൾ നമ്മുടെ ജീവിതത്തിൽ വേണം. എങ്കിൽ അള്ളാഹിന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ ആ അമലുകൾ ഉണ്ടാവും. ഇതൊന്നുമില്ലാത്തൊരവസ്ഥയിലാകാൻ പാടില്ല. അതിന് ജീവിതം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? തിട്ടപ്പെടുത്തണം. നമ്മളെ വിചാരം നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ നന്മ ചെയ്യേണ്ടതുള്ളൂ, സൗകര്യം ഇല്ലെങ്കിൽ ചെയ്യേണ്ടെന്നാണ് പല ആൾക്കാരും കാരണം അല്ലേ? ഇവിടെ ക്ലാസ്, പള്ളിയിലൊക്കെ ക്ലാസ് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയണം, എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട്, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഒരു നോമ്പ് തുറണ്ട്, അല്ലെങ്കിൽ വേറെ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ന്യായീകരണം കാണാം. നമ്മൾ നമ്മുടെ അസൗകര്യങ്ങളാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മളെ സൗകര്യത്തിന് വേണ്ടി ക്ലാസ് വെക്കാൻ വിചാരിച്ച് ക്ലാസ് നടക്കാതെ പോവാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ക്ലാസ് നടക്കാത്ത ദിവസമല്ല. സ്വഹാബാക്കളൊക്കെ മാറി മാറി നിൽക്കുകയായിരുന്നു. ഒരു വീട്ടിൽ നിന്ന് വാപ്പയും മോനും ഉണ്ടെങ്കിൽ ഒരു ദിവസം മോന് പണി ഒഴിവാക്കി റസൂലിന്റെ അടുത്ത് പോയി പഠിക്കാൻ, അടുത്ത ദിവസം വാപ്പ പണി ഒഴിവാക്കി റസൂലിന്റെ അടുത്ത് പോയി പഠിക്കാൻ. എന്നിട്ട് രാത്രിയിൽ ഇവർ രണ്ടാൾ ചർച്ച ചെയ്യും. അവിടെ ക്ലാസ് ഒഴിഞ്ഞ സമയമില്ല. സഹോദരന്മാരെ, നമുക്ക് സൗകര്യം ഉണ്ടെങ്കിലും സൗകര്യം ഇല്ലെങ്കിലും നമ്മൾ ത്യാഗം സഹിക്കണം. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, സൂറത്ത് തൗബയിലെ 41-ാമത്തെ ആയത്ത്. ആയത്ത് എന്താ പറഞ്ഞത്?
നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിലും നിങ്ങൾ പുറപ്പെടണം, നിങ്ങൾക്ക് സൗകര്യമില്ലെങ്കിലും നിങ്ങൾ പുറപ്പെടണം. എന്നിട്ട് നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടണം. നിങ്ങളുടെ സ്വന്തം ശരീരം കൊണ്ടും നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യണം. ആയത്തിൽ പറഞ്ഞ എന്താ? സൗകര്യം ഉണ്ടെങ്കിലും പോണം, സൗകര്യം ഇല്ലെങ്കിലും പോണം. ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം എന്താണ്? ബദർ യുദ്ധം കഴിഞ്ഞു, ഉഹുദ് യുദ്ധം കഴിഞ്ഞു. ഉഹുദ് യുദ്ധത്തിൽ 1000-ഓളം ആളുകൾ പങ്കെടുത്തു. മുസ്ലിങ്ങൾ 72 74 ആളുകൾ ഷഹീദുകളായി, യുഹുദീങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു. കുറേ ആളുകൾക്ക് പരിക്ക്. അതിനുശേഷമാണ് ബനു കൈനുക്ക ഗോത്രത്തോടും അതേപോലെ ഹന്തക്ക് അഹ്സാബ് യുദ്ധമൊക്കെ അതിനുശേഷം കടന്നു വരിക. ഈ യുദ്ധങ്ങള്, അഹ്സാബ് യുദ്ധമൊക്കെ ശത്രുക്കള് വെച്ചതെന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ ഇല്ലാതാക്കണം. മദീന മുഴുവനും വളഞ്ഞ് ഒരു മുസ്ലിമിനെ പോലും ബാക്കിയാക്കാതെ കൊല്ലുക എന്ന ലക്ഷ്യത്തിൽ അവർ സഖ്യകക്ഷികളുമായി കരാറുണ്ടാക്കി. 4 ഭാഗത്തുള്ള മുസ്ലിങ്ങളുടെ ശത്രുക്കൾ അവർ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അവരെന്ത് ചെയ്തു? മദീനയെ വളയാൻ ശ്രമിച്ചു. 10,000 ആൾക്കാരുണ്ടായിരുന്നു. മുസ്ലിങ്ങളോ ഉഹുദ് യുദ്ധത്തിൽ 1000 ആൾക്കാർ പങ്കെടുത്തു. അതിൽ കുറെ ആൾക്കാർ മരിച്ചു, കുറെ ആൾക്കാർ പരിക്ക്, പിന്നെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇങ്ങനെ നോക്കിയാൽ കാണാവുന്ന അത്രയും ആളുകൾ. ഈ ആളുകൾ, നോക്കിയാൽ കാണാവുന്ന ആളുകൾ, അവരെ 10,000 ആൾക്കാർക്കെതിരെ യുദ്ധത്തിന് പോകണം. എന്താ ചെയ്യാ? സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ ഇങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കണം. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിലും പോകണം, സൗകര്യം ഇല്ലെങ്കിലും നിങ്ങൾ പോകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യത്തിലേക്ക് വന്ന സ്വഹാബത്തിന്റെ ചരിത്രം ഇങ്ങനെ വിശദീകരിക്കപ്പെടുന്നുണ്ട്. കാലില്ലാത്ത ആളുകൾ വന്നിട്ടുണ്ട്. ഉഹുദ് യുദ്ധത്തിൽ കാലുകൾ ഛേദിക്കപ്പെട്ട ആളുകൾ യുദ്ധത്തിന് 2 സഹാബാക്കളുടെ തോളിൽ ഇങ്ങനെ തൂങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഈ ആയത്ത് കേട്ടപ്പോൾ കൈകളില്ലാത്തവർ, വാളും പരിചയം പിടിക്കാൻ കൈകളില്ലാത്തവർ വെറും കാലോണ്ട് നടന്നു വന്നിട്ടുണ്ട്. എന്ത് ചെയ്യാൻ അവർ യുദ്ധത്തിന്? പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആയത്തിറങ്ങി, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിലും പോകണം, ഇല്ലെങ്കിലും പോകണം എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയപ്പോൾ അവരുടെ അസൗകര്യങ്ങളൊന്നും മാറ്റിവെച്ചില്ല. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം, ചരിത്രത്തിൽ വളരെ കുറച്ചു കാലം മാത്രം മുസ്ലിമായി ജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹം പരിക്ക് പറ്റിയിട്ട് ശരീരത്തിൽ മുഴുവൻ ബാൻഡേജ് ചുറ്റിയിട്ട് ഒരു കഴുതപ്പുറത്ത് വസ്ത്രം കെട്ടിക്കൂട്ടി കൊണ്ടുവരുന്നത് പോലെയാണ് അദ്ദേഹം യുദ്ധത്തിന് വന്നത് എന്നാണ്. സുബ്ഹാനല്ലാഹ്, അതാണ് ത്യാഗം. പക്ഷെ നമ്മളിപ്പോഴും എവിടേക്കോ തൂങ്ങിപ്പിടിച്ച് നിൽക്കുകയാണ് അല്ലെ? വിശുദ്ധ ഖുർആനില് ഒരു ആയത്തുണ്ടല്ലോ, നമ്മള് ഭൂമിയിലെ സുഖ സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ തൂങ്ങിപ്പിടിച്ചിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ സഹോദരന്മാരെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, റമദാനിലല്ലേ ബദർ നടന്നത്. റമദാൻ എന്നാണ്. ഏത് റമദാൻ? അതുവരെ റമദാനിലെ 30 ദിവസത്തെ നോമ്പ് നിർബന്ധമല്ല. സഹാബാക്കള് ഒരു ദിവസത്തെ നോമ്പ് മാത്രം നോറ്റ് ശീലിച്ചവരാണ്. മുഹറം 10 നോമ്പായിരുന്നു അതുവരെ നിർബന്ധം. ആദ്യത്തെ കൊല്ലം തന്നെ യുദ്ധമാണ്. റമദാനില് തുടർച്ച, അതും മരുഭൂമിയിലെ ചൂടേറ്റുകൊണ്ട് നോമ്പ് അനുഷ്ഠിച്ചിട്ടാണ് അവരെന്ത് ചെയ്യണത്? ബദർ യുദ്ധത്തിന് പോണത്. വിശപ്പ് സഹിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ യുദ്ധത്തിന്. എന്നിട്ട് അവരെന്ത് ചെയ്യില്ല, ഇത് മാറി നിന്നില്ല. നമ്മളെ നിസാരമായ അസൗകര്യങ്ങൾ നോക്കിക്കൊണ്ട് എല്ലാ നന്മയിൽ നമ്മൾ മാറി നിൽക്കുക. എന്നാലോ നമ്മുടെ മൊബൈലിൽ നമുക്ക് തോണ്ടിക്കളിക്കാൻ നമുക്ക് ഒരു പ്രശ്നമില്ല. റീൽസിന്റെ മായാലോകത്തേക്ക് സഞ്ചരിക്കാൻ എത്ര സമയം വേണമെങ്കിൽ നമ്മൾ ചെലവഴിക്കും. ചാറ്റിങ്ങിന് നമ്മൾ ഇത്രയും സമയം കണ്ടെത്തും, എല്ലാറ്റിനും നമ്മൾ സമയം കണ്ടെത്തും. പക്ഷേ എന്തുകൊണ്ടോ ത്യാഗം സഹിക്കാൻ, അള്ളാന്റെ മാർഗത്തിൽ ത്യാഗം സഹിക്കാൻ, പാവങ്ങളെ സഹായിക്കാൻ എന്നുള്ളത് അള്ളാന്റെ മാർഗമാണ്. ഭാര്യന്റെ കൂടെ ഒന്ന് പുഞ്ചിരിച്ച് നിന്ന് സംസാരിക്കുക എന്നുള്ളത് അള്ളാന്റെ മാർഗമാണ്. ഭാര്യന്റെ വായിലേക്ക് ഒരു പിടി ഭക്ഷണം വെച്ചു കൊടുക്കുന്നത് സ്വതക്കെ, ഇതൊക്കെ അള്ളാന്റെ മാർഗമാണ്. ഇങ്ങനെ ഐടിയുടെയും സ്ക്രീനിന്റെയും മായാലോകത്ത് നമ്മളൊന്ന് എങ്ങനെ ഇറങ്ങി വരണം. ഭൂമിയുടെ സുഖ സൗകര്യത്തിന് വേണ്ടി നമ്മൾ നിൽക്കലല്ല. വിശുദ്ധ ഖുർആനില് അത്ഭുതത്തോടു കൂടി സഹാബത്തിനെ വിളിച്ചു ചോദിക്കണം, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, മാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റി, ഇദാ ഖീല ലക്കും നിങ്ങളോട് പറയപ്പെട്ടപ്പോ, ഇൻഫിറൂ ഫീ സബീലില്ലാഹി സാഖൽതും ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടണമെന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ ഈ ഭൂമിയിൽ കടിച്ചു തൂങ്ങി നിൽക്കുകയാണോ? ഭൂമിയിൽ നിങ്ങൾ കടിച്ചു തൂങ്ങി നിൽക്കുകയാണോ? അറദീതും ബിൽ ഹയാത്തി ദുനിയാ മിനൽ ആഖിറ, ആഖിറത്തിനേക്കാൾ അധികം ഈ ദുനിയാവാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? വമാ മതാഉൽ ഹയാത്തുദ് ദുനിയാ ഫിൽ ആഖിറ ഇല്ലാ ഖലീൽ, ആഖിറത്തിനെ താരതമ്യം ചെയ്യുമ്പോൾ ഈ ദുനിയാവിലെ വിഭവം വളരെ കുറവാണ്. എത്ര കുറച്ചാണ് ഈ ദുനിയാവ്.
നിങ്ങൾ എന്തിനാ ഭൂമിയിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? അതുകൊണ്ട് സഹോദരന്മാരെ, ഭൂമിയിലെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കടിച്ചു തൂങ്ങണ്ട. ആഖിറത്തിന് വേണ്ടി നമ്മൾ സഞ്ചരിക്കുക, ആഖിറത്തിന് വേണ്ടി മത്സരിക്കുക. പ്രത്യേകിച്ച് അങ്ങനെ മത്സരിച്ചുകൊണ്ട് സ്വർഗം നേടാൻ വേണ്ടി അല്ലാഹു തആല നമുക്ക് വേണ്ടി കനിഞ്ഞരുളിയ സമ്മാനമാണ് ഓരോ വർഷമുള്ള റമദാൻ മാസം. പിന്നെ കുറച്ചുണ്ട്. ഈ സമയമെങ്കിലും റാഹത്തോടു കൂടി ഈമാനോട് കൂടി നോമ്പനുഷ്ഠിക്കാനും സ്വർഗത്തിന്റെ വഴിയിൽ സഞ്ചരിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല അവന് ഇഷ്ടപ്പെട്ട സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെ നമ്മൾ ചെയ്ത പാപത്തിന്റെ കറ അല്ലാഹു തആല ശുദ്ധീകരിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അവരെയും നമ്മളെയും നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ മക്കളെയും നമ്മുടെ സന്താനങ്ങളെയും നമ്മുടെ സഹോദരങ്ങളെയും എല്ലാവരെയും അല്ലാഹു തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊണ്ടുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.